കണ്ണൂർ വിഷൻ ചാർജ് ഷീറ്റിലേക്ക് പ്രിയ പ്രേക്ഷകർക്ക് സ്നേഹപൂർവ്വം സ്വാഗതം. ചാർജ് ഷീറ്റ് ഇന്നത്തെ എപ്പിസോഡിൽ നമുക്ക് ഒരു പൂളക്കുറ്റി ചന്ദ്രന്റെ ജീവിതത്തിലൂടെ ഒന്ന് സഞ്ചരിച്ചാലോ. പൂളക്കുറ്റി ബാങ്ക് കവർച്ച നടത്തിയ സംഘത്തിലെ നേതാവാണ്. അതുകൊണ്ടാണ് പൂളക്കുറ്റി ചന്ദ്രൻ എന്ന് പറയുന്നത്. അപ്പോൾ ബാങ്ക് കവർച്ചയിൽ മാത്രം ചന്ദ്രൻ നിന്നില്ല. ചന്ദ്രൻ മറ്റ് പല മേഖലകളിലേക്കും ഇങ്ങനെ വ്യാപിച്ചു. വാഹന മോഷണം എന്ന് പറയാൻ പറ്റില്ല, വാഹനമൊക്കെ ലീസിനെടുത്ത് കൊണ്ടുപോയിട്ട് RC ഒക്കെ വ്യാജമായിട്ട് നിർമ്മിച്ച് വിൽക്കുക. അപ്പോൾ ഈ പൂളക്കുറ്റി ചന്ദ്രൻ്റെ ജീവിതത്തിലൂടെയാണ്, ആ ഒരു വാഹന കവർച്ച, വഞ്ചന, ഇത്തരം സംഭവങ്ങളിലൂടെയാണ് ഇന്നത്തെ ചാർജ് ഷീറ്റിൻ്റെ യാത്ര. പ്രേക്ഷകർക്കും ഇതിൽ നിന്ന് പങ്കെടുക്കാൻ എത്തിയിരിക്കുന്നത് റിട്ടയർഡ് സബ് ഇൻസ്പെക്ടർ ഹേമരാജ് മാച്ചേരിയാണ്. ഒത്തിരി നമ്മളെ നേരത്തെ എപ്പിസോഡുകൾ വന്നിട്ടുണ്ട്. ഒത്തിരി കേസുകൾ തെളിയിക്കാൻ രാപകൽ പണിയെടുത്തിട്ടുള്ള ഒരു പോലീസ് ഓഫീസറാണ്. അതുകൊണ്ട് നമുക്ക് ഇന്നത്തെ യാത്ര പൂളക്കുറ്റി ചന്ദ്രനോടൊപ്പം ആകാം. പ്രേക്ഷകർക്കും ഒപ്പം ഹേമരാജ് മാച്ചേരിക്കും ചാർജ് ഷീറ്റിലേക്ക് സ്വാഗതം. ആരാണ് ഈ പൂളക്കുറ്റി ചന്ദ്രൻ ശരിക്കും? അയാള് പൂളക്കുറ്റി ചന്ദ്രൻ എന്ന് പറയുന്ന ആളെ പറ്റി പറഞ്ഞ മുന്നേ അതിന്റെ കുറച്ച് മുന്നോട്ട് സഞ്ചരിക്കണം, എന്നാലും നമുക്ക് സംസാരിക്കാം. ഇയാള് പൂളക്കുറ്റി ചന്ദ്രൻ എന്ന് പറഞ്ഞ ആള് പൂളക്കുറ്റി ബാങ്കിന്റെ പൂളക്കുറ്റിക്കാരനാണോ? അല്ല, ആക്ച്വലി പൂളക്കുറ്റി അല്ല. ഈ പൂളക്കുറ്റി ബാങ്ക് റോബറി കേസുമായിട്ട് ബന്ധപ്പെട്ട അയാൾക്ക് പേര് വീണത് 2000 സംതിങ് അങ്ങനെ പോട്ടല്ലേ, കുറെ മുന്നെയാണ്. അത് കഴിഞ്ഞ് പിന്നീട് നമുക്ക് അയാളെ പറ്റി പിന്നീട് വിവരമൊന്നുമില്ല. അത് കഴിഞ്ഞിട്ട് ഞാൻ തലശ്ശേരിയുടെ സമയത്താണ് 2006-2007 കാലഘട്ടത്തിലാണ് ഈ സംഭവം. ഒരു ദിവസം ഒരു പരാതി വരുന്നു, ഒരു സ്കോർപിയോ വണ്ടി മിസ്സിങ്. തലശ്ശേരിയിലെ ഒരാളുടെ ഒരു സ്കോർപിയോ വണ്ടി മിസ്സിങ്. അങ്ങനെ ആ ഒരു സ്കോർപിയോ ഇപ്പം ഉണ്ട്, സാധനം സ്കോർപിയോ. ആ സ്കോർപിയോ മിസ്സിങ് വന്നിട്ട് എന്താണെന്ന് അയാളോട് ചോദിച്ചപ്പോൾ അയാളുടെ ഒരു സുഹൃത്തിന് തൽക്കാലത്തേക്ക് ഒന്ന് ഓടിക്കാൻ കൊടുത്തു. അങ്ങനെയാണ് നമ്മളോട് പറയുന്നത്. പക്ഷെ അവൻ കൊണ്ടുപോയിട്ട് അവനോട് വേറെ തൽക്കാലത്തേക്ക് തരുമെന്ന് ചോദിച്ചു, വാങ്ങിച്ചുകൊണ്ടേ ഈ 2-3 ദിവസത്തെ ഒരു 3-4 ദിവസത്തെ ഗ്യാപ്പ് അങ്ങ് പോയപ്പോൾ വണ്ടി കാണാനില്ല. അപ്പോൾ ഇവർ പോലീസിനോട് പറയുന്ന മുന്നേ സ്വന്തമായിട്ട് തന്നെ ഒരു കാര്യമെല്ലാം അന്വേഷിച്ചപ്പോൾ ഇവർക്ക് മനസ്സിലായി ബാംഗ്ലൂർ വണ്ടിയുണ്ട് ഉണ്ടെന്ന് അവർക്ക് മനസ്സിലായി. അതെങ്ങനെയാ വെച്ചാൽ ഇവര് നെറ്റ്വർക്കുകളുടെ ടീമായിരിക്കും, പക്ഷേ ഇവർക്ക് പോയി എടുക്കാനൊന്നും പറ്റില്ല. ബാംഗ്ലൂരല്ല, കേരളത്തിലല്ലല്ലോ. അങ്ങനെ പോലീസ് സ്റ്റേഷനിൽ പരാതി ആയിട്ട് എൻ്റെ വണ്ടി ഇങ്ങനെ മിസ്സിങ്. ശരി, ഞങ്ങൾ എന്നപ്പോഴും അപ്പോൾ ഞങ്ങൾ ആ സമയത്ത് ഞാൻ ഉണ്ട്, വത്സൻ, നമ്മൾ കൂടെ ഉണ്ടായിരുന്ന വത്സൻ, പിന്നെ ബിജു, വിനോദ്, ഇവരെല്ലാം നല്ല. അങ്ങനെ ഞങ്ങളോട് പറഞ്ഞു, അന്ന് ഞങ്ങൾ പോകുമ്പോൾ ബിജുലാലും ഞാനും വിനോദും വത്സാട്ടും തന്നെ പോകുന്നത്. അങ്ങനെ ഒരു പരാതി വന്നതിൻ്റെ അടിസ്ഥാനത്തിൽ ഞങ്ങളൊരു വണ്ടിയിൽ ബാംഗ്ലൂരേക്ക് പോകുന്നു. ആ വണ്ടി കണ്ടുപിടിക്കാൻ വേണ്ടി പോകുന്നു. ഞങ്ങൾ പിറ്റേ ദിവസം 4 മണി, ഇതൊരു 4:30 ആ സമയത്ത് ബാംഗ്ലൂരെത്തി, ഒന്ന് ഫ്രഷായി. ഈ വണ്ടി നിൽക്കുന്ന സ്ഥലം കാണിച്ചു തരാൻ ആളുണ്ടായിരുന്നു. അപ്പോൾ കാണിച്ചു തന്നു. ഒരു വലിയ മതിൽ കേട്ടുള്ള വീട്ടിൻ്റെ മുൻവശത്തായിട്ടാണ് ഈ വണ്ടികൾ. അപ്പം ഞങ്ങൾ സെക്കൻഡ് കീ കൊണ്ടുപോയിട്ടുണ്ടായിരുന്നു. ഇയാളെ സെക്കൻഡ് കീ കൊണ്ടുപോയിട്ട് ഞങ്ങൾ ഈസി ആയിട്ട് അത് എടുത്തു പോരാം, പ്രശ്നമൊന്നും ഇല്ലെങ്കിൽ എടുത്തു പോരാന്നല്ല പോകുന്നത്. അല്ല, കോമ്പൗണ്ടിന് തൊട്ട് പുറത്താണ്. പക്ഷെ വാച്ച്മാൻ ഉണ്ട്, ഈ വാച്ച്മാൻ ഉണ്ട്, ഈ ഗേറ്റിന് വാച്ച്മാൻ ഉണ്ട്. അപ്പം ഞങ്ങൾ ഈ കീ ഇട്ടപ്പോൾ വണ്ടി ഓണാവുന്നില്ല. അപ്പം കീ മാറിയെന്ന് മനസ്സിലായി. കീൻ്റെ സെറ്റ് മാറ്റിയിട്ടുണ്ട് അവർ. അങ്ങനെ ഞങ്ങൾ ഈ വാച്ച്മാനോട് വെറുതെ ഒരു ഇതിൽ ചോദിച്ചു പറഞ്ഞു, അയാൾ മുതലാളിയാണ് ഇതിൻ്റെ വണ്ടീൻ്റെ ഓണർ എന്ന് പറഞ്ഞു. ആരാ ഓണർ എന്ന് ചോദിച്ചു, വെറുതെ ചോദിച്ചു. അങ്ങനെ ഞങ്ങൾ അവിടെ പോയി അയാളെ കണ്ടു. ഒരു 6 അപ്പോഴത്തേക്കും നമ്മൾ ഈ അങ്ങോട്ടും ഇങ്ങോട്ടും 6 മണി ഏകദേശമായി. ഫസ്റ്റ് തന്നെ അയാളെ പോയി വിളിച്ചു. വണ്ടി നിങ്ങളാണോ, കണ്ണൂർ രജിസ്ട്രേഷൻ വണ്ടിയാണല്ലോ. അപ്പോൾ ചോദിച്ചു പറഞ്ഞു, ഞാൻ വാങ്ങിച്ചത് സാർ, ഞാൻ വില കൊടുത്ത് വാങ്ങിച്ചു തന്നു. അപ്പോൾ വില കൊടുത്ത് വാങ്ങിച്ചു പറഞ്ഞപ്പോൾ അയാൾ ഒരു നല്ല മാന്യ വ്യക്തിയാണ്. അയാളൊരു വലിയ ഒരു ബാറൊക്കെ നടത്തുന്ന ആളാണ്. അപ്പോൾ അങ്ങനത്തെ വലിയ പിന്നെ ചോദിച്ചപ്പോൾ അയാൾ പറഞ്ഞു, ഞാൻ വണ്ടി എടുത്ത് കൊടുത്തിട്ടുണ്ട്, എനിക്ക് RC അടക്കം എല്ലാ ഒറിജിനൽ RC ഒക്കെ തന്നിട്ടുണ്ട്. അപ്പം ഞങ്ങളുടെ കയ്യിൽ ഒറിജിനൽ RC ഉണ്ട്. അപ്പോൾ അയാളോട് പറഞ്ഞു, ആക്ച്വലി കാര്യങ്ങൾ പറഞ്ഞ് മനസ്സിലാക്കി കൊടുത്തു. ഇതിങ്ങനെയാണ് ചീറ്റ് ചെയ്ത് കൊണ്ടുവന്നിട്ട് കള്ള RC ഉണ്ടാക്കിയിട്ട് വിൽപ്പന നടത്തിയായിരിക്കും, അല്ലാതെ ഒറിജിനൽ RC ഇയാളെ കയ്യിൽ തന്നെ RC വിട്ടു കൊടുത്തിട്ടുണ്ടായിരുന്നു. അതുകൊണ്ട് RC കാണിച്ചു. ഞങ്ങൾ തന്നെ ആവശ്യപ്പെട്ടു പോയി. ഈ ഒറിജിനൽ ഏതാണ് ഡ്യൂപ്ലിക്കേറ്റ് ആണെന്ന് തിരിച്ചറിയാൻ പറ്റാതെ അത്രയും പെർഫെക്റ്റ് ആയിട്ടാണ് ഈ ഫോർജഡ് RC ഉണ്ടാക്കിയിരിക്കുന്നത്. RC കാണിച്ചു, അയാളും കാണിച്ചു, നമ്മൾ കാണിച്ചു. അയാൾ പറഞ്ഞു, ഇതെന്താ സാർ ഇതിപ്പോൾ ഏതാ ഒറിജിനൽ? അയാൾക്കും പറയാം. നമ്മൾ പറഞ്ഞു, ഇതാണ് ഒറിജിനൽ, അതിൻ്റെ കാര്യമെല്ലാം പറഞ്ഞു. അങ്ങനെ അത് അയാൾ പറഞ്ഞു, ശരി, എന്നാൽ പിന്നെ നമുക്ക് പിന്നെ പോലീസ് സ്റ്റേഷനിൽ പോയിട്ട് അഗ്രിമെൻ്റ് ആക്കി വണ്ടി തരാം. അയാളൊരു മാന്യനാണ്, അയാൾ അറിഞ്ഞിട്ടുണ്ടല്ലോ, അയാൾക്ക് ഇഷ്ടംവരെ വണ്ടി വേറെ ഉണ്ട് അയാളുടെ വീട്ടിൽ.
അങ്ങനെ സ്റ്റേഷനിലെത്തി വണ്ടി തരാൻ നേറ്റു. പക്ഷെ അയാളൊരു അഗ്രിമെൻറ്റ് വെച്ചു, ഞാൻ നിങ്ങൾക്ക് വണ്ടി വിട്ടു തരണമെങ്കിൽ എനിക്ക് വണ്ടി തന്ന ആളെ നിങ്ങൾ കസ്റ്റഡി എടുക്കണം. അയാൾക്ക് അയാളുടെ പൈസ പോയാലും വേണ്ടില്ല, അവനെ പിടിച്ചിട്ട് കേസാകണം എന്നുള്ളത്. അപ്പം അയാൾ കൊടുത്ത പൈസക്ക് ഇതുണ്ടാവും, ഞാൻ വാങ്ങിച്ചോളൂ. അവൻ ഇവര് സിവിൽ ഗാർഡായിട്ടുള്ള 10-25 പേരെ തീറ്റിപ്പറ്റുന്ന ആളാണ് ഇയാൾ. അപ്പൊ അത്ര അയാൾ പറഞ്ഞു അതിന്റെ പൈസ അയാളെ എൻ്റെ പൈസ ഞാൻ വാങ്ങിച്ചോളും, നിങ്ങളത് നോക്കണ്ട സാർ. പക്ഷേങ്കിൽ അവനെ അറസ്റ്റ് ചെയ്യണം. ഞങ്ങൾ ശരി പറഞ്ഞു. അങ്ങനെ അയാളെ പജീറോ കാറിൽ ഞങ്ങളെ കൊണ്ടുപോയി. ഞാൻ ആളെ കാണിച്ചു അയാളെ കാറിൽ കൊണ്ടുപോയി. ഞങ്ങളെ കാർ എടുക്കണ്ട പറഞ്ഞു. ഞങ്ങൾ പോയ വണ്ടി സൈഡാക്കി വെച്ചിട്ടുണ്ട്, നിങ്ങൾ എൻ്റെ വണ്ടിയിൽ വന്നു പറഞ്ഞിട്ട് അവരെ വണ്ടിയിൽ ഞങ്ങളെ കൊണ്ടുപോയി ഒരു സ്ട്രീറ്റിലെത്തി പറഞ്ഞു ഇവിടെ നിർത്താൻ പറഞ്ഞു. ഞങ്ങൾ എല്ലാവരും ഇറങ്ങി. ഞങ്ങൾ സ്ട്രീറ്റിൻ്റെ പല ഭാഗത്തായിട്ട് മാറി മാറി നിന്നു. പുള്ളി പറഞ്ഞു ഞാൻ വന്ന് ആളെ കാണിച്ചു തന്നാൽ മാത്രമേ നിങ്ങൾ അടുത്തേക്ക് വന്നാൽ മതി. അങ്ങനെ ഒരു 1/4 മണിക്കൂർ ആരുമില്ല, ഞങ്ങൾ മാത്രം. അങ്ങനെ 1 മണിക്കൂറിലധികം കഴിഞ്ഞപ്പോൾ ഇയാൾ അവിടത്തേക്ക് വന്നു. അപ്പോഴത്തേക്ക് ഒരു 7 മണി 6:45 7 മണി ആ സമയത്തായിട്ടുണ്ടോ. ഒരു രാത്രിയാണോ? ടൗണില പുലർച്ചെ രാവിലത്തെ അവർ എല്ലാവരും കോഫി അടിക്കാൻ ഇറങ്ങുന്ന സമയമുണ്ടല്ലോ. ഞങ്ങളും അതുപോലെ തന്നെ ഒരു കോഫിയൊക്കെ വാങ്ങിച്ചിട്ട് ഇങ്ങനെ കഴിച്ചു കൊടുക്കുമ്പോൾ ആൾ വന്നു. ഞങ്ങൾ അയാളുടെ അടുത്തു കൈ എടുത്ത് വണ്ടിയൊക്കെ കയറ്റി കുറെ ഇങ്ങോട്ട് എത്തി. അതേ വണ്ടി തന്നെ അയാളെ വണ്ടി. ഞങ്ങളെ വണ്ടി കുറച്ച് ഇപ്പുറത്തുണ്ട്, ഒരു 1 കിലോമീറ്റർ ഇപ്പുറത്ത് ഞങ്ങളെ വണ്ടി വെച്ചിട്ടുണ്ട്. ഞങ്ങൾ ആ വണ്ടിയിൽ കയറ്റിയിട്ട് 1 കിലോമീറ്റർ വന്ന് ഞങ്ങളെ വണ്ടിയിലേക്ക് കയറ്റി. എന്നിട്ട് കാര്യം ചോദിച്ചു എന്താ സംഗതി ഞാൻ. അപ്പോൾ കർണാടകക്കാരനാണ്. അവിടെയുള്ള ഒരു അല്ല, ഇയാൾക്ക് മലയാളം അറിയാം, ഈ കക്ഷിക്ക് മലയാളം അറിയാം. അപ്പൊ ഈ കക്ഷി ഈ മറ്റേയാളെ കണ്ടപ്പോൾ തന്നെ ഇവൻ ആകെ പേടിച്ച്, ഇവനറിയാം ഇയാള് ഇവനെന്തെങ്കിലും ചെയ്യുന്ന പേടിച്ചു പോയി. അങ്ങനെ ഞങ്ങൾ വിചാരിച്ചു ഇവന്റെ വലിയ ഗ്യാങ് ഉണ്ടാവുന്ന ഞങ്ങൾ വിചാരിച്ചു. അങ്ങനെ കൊണ്ടുവന്ന് വണ്ടി കയറ്റി വെച്ചപ്പോൾ പീറ്റർ എന്നാണ് പേര്. അപ്പോൾ അവനോട് ചോദിച്ചപ്പോൾ പറഞ്ഞു സാറേ വണ്ടി എനിക്ക് നാളെ തന്നാണ്. അവിടെയാണ് നമുക്ക് ഈ പൂളക്കുറ്റി ചന്ദ്രൻ്റെ പേര് കിട്ടുന്നത്. ചന്ദ്രൻ എന്ന് പറഞ്ഞ ആൾ തന്ന, പൂളക്കുറ്റി ചന്ദ്രൻ അയാൾക്കറിയില്ല, അവിടെ ചന്ദ്രൻ എന്ന് പറഞ്ഞ ആൾ തന്നാണെന്ന് പറഞ്ഞു. അങ്ങനെ പിന്നെ ഒരു വേറൊരു കക്ഷിയുണ്ട്, ഇവരെ കൂട്ടിന് ഒരു വിജേഷുണ്ട്. അവർ രണ്ടാളാണ് ഞങ്ങൾക്ക് വണ്ടി കൊണ്ടു തരുന്നത്. അങ്ങനെ ഇയാളെ കിട്ടിയ ഉടനെ പുള്ളി പോയി. ഞങ്ങൾ ആ വണ്ടിയിൽ നിന്ന് തന്നെ നമ്മളിങ്ങനെ വണ്ടി ഓടിച്ച് വരുന്നതിൻ്റെ ഇടയിൽ തന്നെ നമ്മൾ ചോദിക്കുമ്പോൾ അയാളെ കാര്യങ്ങളൊക്കെ പറഞ്ഞു. കയ്യിൽ കിട്ടിയപ്പോൾ തന്നെ ആൾ ഓടിച്ചു വരുന്നുണ്ട്. ഞങ്ങളെല്ലാം കൂടി കാര്യങ്ങളെല്ലാം പറഞ്ഞു. വണ്ടി കൊടുത്ത ഇയാളെന്ന് പറഞ്ഞു. അങ്ങനെ ഞങ്ങൾ നേരെ തലശ്ശേരിക്ക് വന്നു. ഈ വണ്ടി കളവ് ചെയ്ത വണ്ടി എൻ്റെ എഫ്ഐആർ ഉണ്ടായിരുന്നു, എന്നിട്ട് എഫ്ഐആർ പോയത്. ആ വണ്ടീൻ്റെ കളവ് ചെയ്ത് കൊണ്ടുപോയി വിൽപ്പന നടത്തിന് ഇയാളെ അറസ്റ്റ് ചെയ്തു. കസ്റ്റഡിയിൽ എടുത്ത് ചോദ്യം ചെയ്ത് അറസ്റ്റ് ചെയ്തു. അത് കഴിഞ്ഞിട്ട് ഈ ചന്ദ്രനെ, അപ്പോൾ ചന്ദ്രൻ്റെ കോൺടാക്ട് നമ്പർ കിട്ടി, ഇയാളുടെ നിന്ന് കോൺടാക്ട് നമ്പർ കിട്ടി. പിന്നെ ഫോട്ടോ നമ്മൾ സംഘടിപ്പിച്ചു. അങ്ങനെ നോക്കിയപ്പോൾ ഇവൻ്റെ ലൊക്കേഷൻ കിട്ടുന്നത് അന്നേരം സൈബർ അങ്ങനെ റെഡി ആയിട്ടില്ല. നമുക്ക് ലൊക്കേഷൻ കിട്ടുന്നത് പിറ്റേ ദിവസം ഇങ്ങനെ അല്ല, ലൊക്കേഷൻ സൈബറിൻ്റെ കിട്ടും. പക്ഷെ സൈബർ സെൽ കൊടുത്താൽ കിട്ടും. പക്ഷേങ്കിൽ നമ്മൾ ഇപ്പം കൊടുത്താൽ 10 മിനിറ്റ് സാധനം കിട്ടും. പക്ഷെ അന്ന് ചിലപ്പോൾ ഒരു ദിവസമൊക്കെ കഴിഞ്ഞാൽ പിറ്റേ ദിവസമൊക്കെ കിട്ടുക. ആ കിട്ടാൻ ടെക്നോളജി വളർന്നിട്ടില്ല, കുറച്ച് പണിയുണ്ടായിരുന്നു, കിട്ടൂല നമുക്കറിയാം. അങ്ങനെ ഒരു ദിവസം കഴിഞ്ഞപ്പോൾ പയ്യന്നൂർ ലൊക്കേഷൻ കാണിച്ചു. അത്രമാത്രമേ അറിയില്ല. പയ്യന്നൂർ ഇവൻ മറ്റേ ആളെ വന്ന് അറസ്റ്റ് ചെയ്ത് ജയിലിൽ അയാൾ ആ വണ്ടി ഞങ്ങൾ അല്ല, ആ വണ്ടി എടുത്തു, നമ്മൾ വണ്ടി എടുത്തു. അവിടുന്ന് അറസ്റ്റ് ചെയ്ത കർണാടകക്കാരനെ കൊണ്ടുവന്നു. അവനെല്ലാം തലശ്ശേരി കോടതിയിൽ ഹാജരാക്കി അവരെ റിമാൻഡ് ചെയ്തു. പിന്നെ ഇയാളെ നമുക്ക് ഇവന്റെ ജീവിത പശ്ചാത്തലം എന്ന് വെച്ചാൽ ഇവര് ഇങ്ങനെ കൊടുക്കുന്ന വണ്ടി വെച്ചാൽ ഇവര് കമ്മീഷൻ കിട്ടും. അവനൊരു കമ്മീഷൻ മാത്രം. ഇവന് അവിടെ ഒരു ഇടനിലക്കാരൻ വേണം ഇവർക്ക്. ഈ ഇടനിലക്കാരൻ മാത്രം. അവിടെ വാങ്ങിക്കുന്ന ആൾക്കാരൊക്കെ വളരെ നല്ല ആൾക്കാരാണ്. കോളേജ് പ്രൊഫസറുണ്ട്, പിന്നെ പള്ളിയിലെ ഫാദർ ഉണ്ടായിരുന്നു. അവർക്കൊന്നും അറിയില്ല ഇങ്ങനെ. ഇയാളിങ്ങനെ വന്നു, ഇവർക്കൊന്നും നല്ല ടീമായിട്ട് വരുന്നു. അവർ നല്ല പൈസ കൊടുക്കുന്നു, കറക്റ്റായിട്ട് പൈസയും കൊടുക്കുന്നുണ്ട്. വണ്ടിക്ക് കുറച്ച് പൈസ അല്ല, അവരെ ആ സമയത്ത് റേറ്റ് തന്നെ മേടിച്ച് കൊടുത്താണ് മേടിക്കുന്നത്. അവർക്ക് യാതൊരു അറിയില്ല. ഈ ഒറിജിനൽ ആർസിയാണ് അവരെ കാണുന്നത്. മനസ്സിലുണ്ട്. അങ്ങനെ ഞങ്ങൾ പയ്യന്നൂർ ഒരു ലൊക്കേഷൻ കിട്ടിയപ്പോൾ ഞങ്ങൾ പിറ്റേ ദിവസം രാവിലെ പയ്യന്നൂരേക്ക് വിട്ടു. ബിജിലാലുണ്ട്, വിനോദുണ്ട്, മത്സരമുണ്ട്. അങ്ങനെ ഞങ്ങൾ പയ്യന്നൂർ പെരുമ്പ ജംഗ്ഷനിൽ ഒരു 11 മണിക്ക് പെരുമ്പ ജംഗ്ഷനിൽ 11 മണിക്ക് ഞങ്ങൾ എത്തി. അവിടെ വെയിറ്റ് ചെയ്യാൻ തുടങ്ങി. ഏതെങ്കിലും ഓട്ടോറിക്ഷയിലോ അങ്ങനെ ഒരു ബസ്സിലോ ഏതെങ്കിലും വരുന്നുണ്ടോ എന്നല്ല ഞങ്ങൾ ഇങ്ങനെ പാത്ത് ഞങ്ങളൊരു വണ്ടിയും കൊണ്ടായിരിക്കുന്നത്. ആ പ്രദേശത്താണ് ഇവന്റെ ലൊക്കേഷൻ കാണിക്കുന്നത്. അവൻ അവിടെ തന്നെ ഉണ്ട്. ആ ലൊക്കേഷൻ കാണിച്ചു. പിന്നെ നമുക്ക് കിട്ടുന്നില്ല. ആ ഒരു ലൊക്കേഷൻ ആര് കാണിച്ചത്, അന്ന് കാണിച്ചത്. അപ്പൊ ആ ഭാഗത്ത് എവിടെയെങ്കിലും കറങ്ങാൻ സാധ്യത, അവിടെ കുറച്ച് ലോഡ്ജും കാര്യങ്ങളും ഉണ്ട്. അപ്പൊ എങ്ങനെ പോകുന്നുണ്ടെങ്കിൽ അതിലൂടെ വരാം. അങ്ങനെ ഞങ്ങൾ 2 മണിയായി, ഒന്നുമില്ല, വിവരമൊന്നുമില്ല. 2 മണിയായി ഭക്ഷണം കഴിക്കാൻ കയറി.
അതിൻ്റെ അപ്പുറത്ത് തന്നെ ഒരു ഷെഡ് കിട്ടിയിട്ടില്ല, ഇങ്ങനെ ഇല്ലേ നമ്മളെ ചെറിയ ഒരു സ്റ്റാൾ പോലെ നല്ല ഭക്ഷണമാണ്. ഞങ്ങൾ ഭക്ഷണം കഴിക്കാൻ കയറി, ഭക്ഷണം വാങ്ങിച്ചിട്ട് കൈ കുത്തിയതേയുള്ളൂ, കൂടെയുള്ള പറഞ്ഞു അതാ പോകുന്ന ഓട്ടോറിക്ഷയിൽ ചന്ദ്രൻ പോകുന്ന അതെങ്ങനെ ഇങ്ങനെ കൃത്യമായിട്ട് ചന്ദ്രൻ പോകുന്നെന്ന് പറഞ്ഞു. ഇല്ല മിസ്സാണ്, ചന്ദ്രൻ പോകുന്നതെന്ന് പറഞ്ഞ് ചോറിൽ അവിടെ ഇട്ട് അയാൾക്ക് പൈസയും ചാരി കൊടുത്തിട്ട് ഓടി നമ്മളെ വണ്ടി കയറി. പിന്നെ വണ്ടിനെ വേണ്ടിരുന്നു ബസ് സ്റ്റാൻഡ് എത്തി ഓട്ടോറിക്ഷയിൽ ഇറങ്ങുമ്പോൾ ചന്ദ്രൻ്റെ ഏകദേശം കാട്ടിലുള്ള വേറെ ഏതോ ഒരാൾ നമ്മളെ പൈസയും പോയി ചോറും തന്നില്ല, ആണ് വിട്ടു. അന്ന് പോയി. അന്ന് ഇവനോട് കുറെ ചീത്തയൊക്കെ കിട്ടി, മറ്റൊന്ന് കുറെ ചീത്തയൊക്കെ കിട്ടി. ഞാൻ എവിടെ നോക്കിയിട്ട് പോയി വെറുതെ കൈ കുത്തിയിട്ടേ ഉള്ളൂ, തിന്നിട്ടില്ല ശരി. പിന്നെ മൂടായി. വൈകുന്നേരം 6 മണി വരെ വീണ്ടും ഞങ്ങൾ ഇതെന്നെ പണി അവിടെ തന്നെ ഇരിക്കും. ഇങ്ങോട്ട് പിന്നെ വന്ന് ഞങ്ങൾ 6 മണിയായി. 6 മണിയായപ്പോൾ എന്തെന്നെ ഇങ്ങനെ രാവിലെ ഇരുന്നിട്ട് എന്തോ ചെയ്ത് നമുക്ക് വെറുതെ നടക്കാന്ന് പറഞ്ഞു. നമ്മളങ്ങനെ വണ്ടി ഒരു സൈഡാക്കിയിട്ട് നമ്മളങ്ങനെ നടന്ന് അല്ല പോലീസ് വണ്ടിയല്ല, നമുക്ക് സ്ക്വാഡിന്റെ വണ്ടിയും അതൊന്നും പോലീസ് തേതുമില്ലല്ലോ. അത് ഞങ്ങളിങ്ങനെ നടന്നിട്ട് ലോഡ്ജിൽ ഞങ്ങൾ മനസ്സിലിങ്ങനെ തോന്നി വെറുതെ ലോഡ്ജിലായിട്ട് പരിപാടിക്കുന്നുണ്ടെങ്കിൽ നമുക്ക് ലോഡ്ജിൻ്റെ അടി അങ്ങനെ ഫോട്ടോ ഉണ്ട് എൻ്റെ കയ്യിൽ. അപ്പോൾ ലോഡ്ജുകാരനോട് ചോദിക്കാൻ ഇങ്ങനെ നടക്കുമ്പോൾ ഇവൻ നമ്മളെ മുമ്പിൽ ഒരു ലോഡ്ജിൻ്റെ സൈഡിലെത്തിയപ്പോൾ ഞങ്ങളെ മുമ്പിൽ. പക്ഷെ ഇവന് ഞങ്ങളെ അറിയാം. കണ്ടപ്പോൾ തന്നെ ഓ സാറേ നിങ്ങൾ എത്തിയല്ലേ എന്ന് പറഞ്ഞു. ആ ഞങ്ങളോട് പറഞ്ഞത് ശരി വാ പോവാന്ന് പറഞ്ഞു. നിങ്ങൾ എത്തിയല്ലേ. അവൻ അങ്ങനെ മറ്റവനെ പിടിച്ചറിയാലോ. അങ്ങനെ ഇവൻ മുങ്ങി നടക്കാണ്. അപ്പൊ ഞങ്ങൾ എന്നിട്ട് അപ്പൊ അവനെ പിടിച്ച് വണ്ടി കയറ്റി എന്താ എന്നിട്ട് പരിപാടി പറ, ഇതെങ്ങനെയാന്ന് സംഗതി. അപ്പൊ നോക്കുമ്പോ ഇവൻ ആദ്യം തന്നെ പിടിച്ചപ്പോ സാറേ ഞാനൊരു ഷുഗർ രോഗിയാണ്, എനിക്ക് ഭയങ്കര ഷുഗർ. നോക്കിയപ്പോൾ 300-ലധികം ഷുഗർ ഉണ്ട് ഇവര്. കൊണ്ടുവന്ന് ചോദ്യം ചെയ്ത് അവനോട് പറഞ്ഞു കുറേ വണ്ടിയുണ്ട്, നിരവധി വണ്ടികൾ ഇവർ ഇതേപോലെ ബാംഗ്ലൂർ മൈസൂർ ഭാഗങ്ങളിൽ വിൽപ്പന നടത്തിയിട്ടുണ്ട്. 13-14 വണ്ടി അന്ന് ഉണ്ട്. എല്ലാവരും ഇതേപോലെ ഓരോ സ്ഥലത്ത് നിന്ന് വടകര ഉണ്ടായിരുന്നു, അങ്ങനെ ഇതെല്ലാം ഉണ്ട്. ഇങ്ങനെ വന്ന് ചോദിക്കും പഠിക്കും അങ്ങനെ പോകുന്നത്. ഈ സംഗതിയിൽ ഇവൻ പറഞ്ഞു അന്നേരം അന്ന് ഒരു വിജേഷിൻ്റെ പേര് കിട്ടുന്നത്. ഒരു വിജേഷ് ഉണ്ട് സാർ, അവനും ഞാനും കൂടിയാണ് ചെയ്യുന്നത്. അപ്പോൾ RC ഉണ്ടാക്കുന്നത് ചോദിച്ചപ്പോൾ പറഞ്ഞു ഒരു കുഞ്ഞായൻ കോഴിക്കോടുകാരനാണ്. ഒരു കോഴിക്കോടുകാരൻ കുഞ്ഞായനാണ് എനിക്ക് ഉണ്ടാക്കി തരുന്നു. അങ്ങനെ ഇവനെ അവനെ അറസ്റ്റ് കാണിച്ചു, അവനെ റിമാൻഡ് ചെയ്തു. ഈ കേസിലേക്ക് റിമാൻഡ് ചെയ്തു, മറ്റേ കേസിൻ്റെ എല്ലാം സെറ്റാക്കി വെച്ചു. ഞങ്ങൾ വിജേഷിൻ്റെ ഒരു ഫോട്ടോ സംഘം വെച്ചു, കോണ്ടാക്ട് നമ്പർ ഇവൻ്റെ കിട്ടി. അത് പിന്നെ ലൊക്കേഷൻ ഇട്ടു. 2 ദിവസം 3 ദിവസം കഴിഞ്ഞപ്പോൾ ലൊക്കേഷൻ കിട്ടി. ഇവിടെ മാണ്ഡ്യ, ബാംഗ്ലൂർ മാണ്ഡ്യയിൽ ലൊക്കേഷൻ കാണിക്കുന്നുണ്ട്. ഞങ്ങൾ മാണ്ഡ്യയിൽ പോയി. മാണ്ഡ്യയിൽ കുറേ പണ്ട് കാലങ്ങളിൽ ഈ കൈതച്ചക്കയൊക്കെ കൊണ്ടുപോയിട്ട് വിൽപ്പന നടന്ന സ്ഥലമാണ് മാണ്ഡ്യ. കേരളത്തിൽ നിന്ന് അറിയുകയാണ്. അപ്പോൾ കുറേ ലോഡ്ജ്, ചെറിയ ചെറിയ ലോഡ്ജുകളുണ്ട്. ഞങ്ങൾ ഇവിടെ എല്ലാം കയറാൻ തുടങ്ങി. പോലീസായിട്ടല്ല, ഒരു നാട്ടിൽ ഇവൻ നാട് വിട്ട് പോയതാണ്, അമ്മ മരിക്കാനായിട്ടുണ്ട്, അപ്പോൾ അമ്മയ്ക്ക് ഇവനെ കാണണം. അങ്ങനെ വന്നിട്ട് ഞങ്ങൾ അടുത്ത അയൽവാസികളാണ്, അമ്മച്ചിക്ക് ഒന്ന് കാണാൻ വേണ്ടിയാണ് അവരെല്ലാ ലോഡ്ജിലും ഇവൻ്റെ ഫോട്ടോ കാണിക്കാൻ തുടങ്ങി. ആർക്കും അറിയില്ല. അങ്ങനെ ഞങ്ങളൊരു രാവിലത്തെ എത്തിയിട്ട് നമ്മൾ കഴിഞ്ഞിട്ട് അത് തുടങ്ങിയ അങ്ങനെ 12 മണി ഏകദേശം ആകുമ്പോഴേക്കും ഞങ്ങൾക്ക് വേറൊരു വിവരം കിട്ടി, മടിവാള ഇവൻ്റെ ലൊക്കേഷൻ കാണിക്കുന്നുണ്ട്. അവിടെ നിന്ന് പിന്നെ 2 മണിക്കൂർ ജേർണി ഉണ്ട് ബാംഗ്ലൂരിലേക്ക്. മടിവാള ഞങ്ങൾ നേരെ അവിടത്തേക്ക് കിട്ടും. അവിടെ എത്തി. അപ്പം 3 മണിയെല്ലാം കഴിഞ്ഞു. വിശപ്പായി, ഭക്ഷണം കഴിച്ചില്ല. ഉച്ചയ്ക്ക് ശേഷം 3 മണിയായി. വിശപ്പായി, ഭക്ഷണം കഴിച്ചില്ല. അങ്ങനെ ഒരു സംഗതിക്ക് പുറപ്പെട്ട പിന്നെ അത് കിട്ടുന്നവരെ നമുക്കൊരു ഭക്ഷണം കഴിക്കാൻ കയറ്റി അവർ സമയം മിസ്സായി പോകില്ല. അങ്ങനെ ആടി ചെന്നു ഒരു കടയിൽ കയറിയിട്ട് ജ്യൂസ് കഴിക്കാൻ വേണ്ടിയിട്ട്, എന്നാൽ ഒരു ജ്യൂസ് കഴിച്ചിട്ട് തുടങ്ങാമെന്ന് പറഞ്ഞു. ജ്യൂസ് കഴിക്കാൻ വേണ്ടി കടയിൽ കയറിയപ്പോൾ ഒരു തലശ്ശേരിക്കാരനൊരു മലയാളി പയ്യൻ, അപ്പോൾ വെറുതെ ഇങ്ങനെ ചോദിച്ചു അടിയാ നല്ല നമ്മൾ ലോകം പറഞ്ഞു തലശ്ശേരി. ശരി അങ്ങനെ വെറുതെ ചോദിച്ചു. എന്നോട് ആ ചെക്കനെങ്കിൽ നല്ലൊരു മിങ്കിലിങ് കണ്ടപ്പോൾ മോൻ ഈ ഫോട്ടോയിൽ ആളെ ഇടിയിടിങ്ങും കണ്ടില്ല, നമ്മൾ ഇങ്ങനെ സംഗതി അവനിങ്ങനെ നാട് വിട്ട് വന്നതാന്ന് ഇങ്ങനെ പറയുമ്പോൾ ഇന്നലെ ഇവിടെ വന്നിട്ടുണ്ടായിരുന്നു സാർ, ഇവിടെ എവിടെയോ ലോഡ്ജിൽ താമസിക്കുന്നുണ്ടെന്ന്. അപ്പോൾ ഞങ്ങൾക്ക് കോൺഫിഡൻസിൽ കൂടി. പിന്നെ നല്ല വെസ്പെല്ലാം പോയി. അങ്ങനെ ഞങ്ങൾ നിന്നു. നേരെ പയ്യനോട് ഒന്നും കൂടി നല്ല മുട്ടി, ഞങ്ങളെ മുട്ടി. ലാസ്റ്റ് ഓനോട് സുകാര്യം പറഞ്ഞു, ഞങ്ങൾ പോലീസുകാരാണ്, നീ സഹായിക്കണം, ഇത് ഞങ്ങളിങ്ങനെ കുറേ സംഘടന. അങ്ങനെ അവൻ ഞങ്ങളെ കാണിച്ചു തരാം. അവനറിയാം ഇത്. അവൻ്റെ ഒരു ഫസ്റ്റ് ഫ്ലോറിൽ ചെറിയ റൂമായിട്ടുണ്ട്. അങ്ങനത്തെ എൻ്റെ അകത്താണ് ബിജു കയറി ചെന്നു. ബിജുലാൽ അവിടെ കയറി ചെന്നിട്ട് അവനോട് പറഞ്ഞു, ആളെ കണ്ടു, ഒരു അജാനവാഹമായിട്ട് ഒരാൾ. ഇതിൽ നീ താഴേക്ക് നോക്ക്, അവിടെയൊക്കെ നിറച്ചും പോലീസുകാരുണ്ട്, നീ ഇവിടുന്ന് എന്തെങ്കിലും കളിച്ചാൽ
പിന്നെ അത് പണി കിട്ടും എനിക്ക്. അതുകൊണ്ട് നമ്മളെ കൂടെ അനങ്ങാണ്ട് പോരുന്നു. അവനെ ഒച്ചപ്പാണ്ട് അവിടെ ഒന്നുമില്ല. അതുപോലെ അറിയാതെ ഞങ്ങൾ മെല്ലെ കൊണ്ടുവരും. ഞങ്ങൾ 2-3 ആളേ ഉള്ളൂ കൂടെ. ഭയങ്കര ഞങ്ങളെന്ന് തോന്നുന്നു അവൻ്റെ ഒരു കൈ അത്രയ്ക്ക് വലിയൊരാൾ, ഭയങ്കരമായിട്ടൊരാൾ. അങ്ങനെ കൂട്ടി കൊണ്ടുവന്ന് താഴെ കൊണ്ടുവന്ന് ഞങ്ങൾ വന്നു. സംഗതി അവന് വണ്ടി കയറി ഞങ്ങൾ വിട്ടു. അന്ന് വിട്ടപ്പോൾ കാര്യങ്ങൾ പറഞ്ഞു. അവൻ പറഞ്ഞു, സാറേ പിന്നെ ഞാൻ പിന്നെ ചന്ദ്രേട്ടൻ്റെ ഇതിൽ വന്നതാണ്, പക്ഷെ ആളിപ്പോൾ ഇല്ല കേട്ടോ, നോമാർ. അയാൾക്കൊരു എന്താണ് മഞ്ഞപ്പിത്തം വന്നിട്ട്. അല്ല, കേസിന് അതിൻ്റെ ശേഷം അറിയാലോ, അത് മഞ്ഞപ്പിത്തം വന്നിട്ട് മരണപ്പെട്ടു. അപ്പോൾ അതിൽ ഇവൻ ചന്ദ്രേട്ടൻ്റെ കെയർഫിലാന്ന് വന്നതെന്നൊക്കെ പറഞ്ഞു കേട്ടോ. ഇവൻ വണ്ടി കയറി എന്തോ ഒരു അകന്ന റിലേഷൻ എന്തോ ഉണ്ട്. അവൻ ഇവന് ചെറിയൊരു എന്തെല്ലോ പരിപാടികളും കഴിഞ്ഞ് തരടിയിൽ കൂടി. മലയാളിയാണ്. എൻ്റെ അടുത്തടുത്തന്നെ, ഇവർ രണ്ടാളും അടുത്തടുത്ത് വീട്ടുകാരാണ്. ആ വീട്ടിൻ്റെ അടുത്തടുത്തുള്ള ആള്. അത് കഴിഞ്ഞിട്ട് ഇവനെ നമ്മൾ എടുത്തു. വണ്ടിയിൽ വരുമ്പോൾ ഇവൻ ഭയങ്കര ഓഫറാണ് ഞങ്ങൾക്ക്. സാർ ഒരു 2 ലക്ഷം തരാം, ഇപ്പോൾ ഇവിടുന്ന് വിട്ടാൽ. ആയിക്കോട്ടെ, നമുക്കത് നോക്കാം. നീ വണ്ടി വിടാൻ വന്നു. ഞങ്ങൾ വണ്ടി വിട്ട് ഞങ്ങൾ നാട്ടിലേക്ക് വന്നു. പിന്നെ അറസ്റ്റ് അല്ല, പിന്നെ അത് അങ്ങോട്ട് കൂടി. ആദ്യം വന്ന് 2 പറഞ്ഞു. പിന്നെ പറഞ്ഞു അത് സാർ കുറച്ചും കൂടി കൂട്ടാൻ വേണമെങ്കിൽ ഇവനെ എവിടെയെങ്കിലും ഒഴിവാടുന്നുണ്ട്. ഞാൻ നമുക്ക് ശ്രമിക്കാം, നോക്കട്ടെ, നമ്മൾ എല്ലാവരോടും ചോദിക്കട്ടെ എന്നൊക്കെ പറഞ്ഞ് അങ്ങനെ കൊണ്ടത് കേസ് ആയി. അപ്പോഴത്തേക്ക് FIR എല്ലാം മറ്റേ കേസിൻ്റെ എല്ലാം FIR ഉണ്ടായിരുന്നു, എല്ലാത്തിലും ആയി. FIR ഇട്ടു. ഇവനെ നമ്മൾ ഇത് കൊടുത്ത് കസ്റ്റഡി മേടിച്ചു. പിന്നെ കസ്റ്റഡി കൊടുക്കണല്ലോ, കസ്റ്റഡി മേടിച്ചു. അപ്പോൾ അതിലടുക്ക് ഇവർ ഇത് വന്നു. മറ്റേ 3 ആളെ നമുക്ക് കിട്ടി ഈ കേസിൽ. 3 പേരെ കിട്ടിയപ്പോൾ പിന്നെ നമുക്ക് റിക്കവറി ആവണല്ലോ, വണ്ടി റിക്കവർ ചെയ്യും. 13 ആളും വണ്ടി ഉണ്ട്. അങ്ങനെ ഞങ്ങൾ അന്ന് സുമരൻ സാറാണ്, നമ്മളിപ്പോഴത്തെ റിട്ടയർഡ് DYSP പി സുമരൻ സാർ, റിട്ടയർഡ് ആയിട്ട് സുമരൻ സാറ് ഞങ്ങളെല്ലാം കൂടിയിട്ട് പുറപ്പെട്ടു. ഇവനെ കസ്റ്റഡി മേടിച്ചു. കസ്റ്റഡി മേടിച്ചിട്ട് വിട്ടു. ഇല്ല, ഓന് ബാക്കി കാര്യങ്ങൾ അറിയില്ല. കേസ് ഏജൻസി മാത്രമേ, അവർക്ക് കസ്റ്റഡി മേടിച്ചു. അങ്ങനെ ഞങ്ങൾ പോയി ഇവിടെ എത്തി. മൈസൂരുണ്ട്, ബാംഗ്ലൂരുണ്ട്, എല്ലാ സ്ഥലത്തും ഉണ്ട് ഇവർ. അങ്ങനെ ഈ പള്ളിയിൽ ഫാദർ അടിക്കാൻ പോകുമ്പോൾ ഒന്നും പ്രശ്നമൊന്നുമില്ല. സാറേ ഞങ്ങളുണ്ട്, വണ്ടി ഇതെങ്ങനെ നമ്മൾ അറിയാതെ വന്നാണ്. വണ്ടി തന്നു. അങ്ങനെ കിട്ടി വന്ന് ഞങ്ങൾ ബാംഗ്ലൂർ എത്തിയപ്പോൾ മൈസൂർ എത്തിയപ്പോൾ ആ ഫിലോമിന ചർച്ചിൻ്റെ മുമ്പിലത്തെ ഒരു കടേൻ്റെ അടുത്തുള്ള ആടെ എത്തിയപ്പോൾ പറഞ്ഞു, സാർ ഇവിടുത്തെ ആളാണെന്ന് പറഞ്ഞു. അത് പക്ക ക്രിമിനൽസിനാണ് ഇവൻ വണ്ടി കൊടുത്തിരിക്കുന്നത്. ഞങ്ങളെ വളഞ്ഞു വെച്ചു. അല്ല, ഞങ്ങളെ വിളിച്ചു പോയി, ഇവരുടെ കണ്ടു, ആളെ കണ്ടു. ഞങ്ങളിങ്ങനെ വണ്ടി ഉണ്ട് തരാമല്ലോ, വണ്ടി ഉണ്ട് തരാമെന്ന് പറഞ്ഞു. അപ്പോൾ വണ്ടി തരണമെങ്കിൽ ഞങ്ങൾ കൊടുത്ത പൈസ കിട്ടണമെന്ന് പറഞ്ഞു. അപ്പോൾ നമ്മളെ സുമാർ സാറ് അക്കാര്യത്തിൽ ഭയങ്കര ഇതാണ്. പൈസ നീ വണ്ടി കാണിക്കുന്നു, എനിക്ക് പറയാമെന്ന് പറഞ്ഞു. വണ്ടി കണ്ടു, ഞങ്ങൾ വണ്ടി കാണിച്ചു. വണ്ടി വന്ന് അപ്പോൾ ഞങ്ങൾ വണ്ടി കാണാൻ വേണ്ടിയിട്ട് അവൻ്റെ ഒരു ഗലിയിലൊക്കെ ചെന്നത് അവിടെ 2-3 നല്ല കട്ട ടീം നിൽക്കുന്നു. അങ്ങനെ പോകാനൊന്നും പറ്റില്ല, കേരള പോലീസ് ഒന്നും പെട്ടെന്ന് കാര്യമൊന്നുമില്ല, നിങ്ങളെ ഞങ്ങൾ വിടില്ല എന്ന് പറഞ്ഞു. അപ്പോൾ ശരിക്കും അവിടെ ഒരു അവസ്ഥ, നമ്മൾ കസ്റ്റഡി പ്രതികളോ നമ്മൾ കൂടെ ഇല്ലേ, അപ്പോൾ എന്തെങ്കിലും പറ്റിയാൽ നമ്മളതിൻ്റെ ഉത്തരം പറയണ്ടേ. ഞങ്ങൾ ഇവനെ സേവ് ചെയ്തു. ഞങ്ങൾ വണ്ടിയിൽ, നമ്മളെ വണ്ടി ഉണ്ടല്ലോ, ഞങ്ങൾ വണ്ടിയിൽ കയറ്റി നമ്മൾ ലോക്ക് ചെയ്തു. അവരോട് പറഞ്ഞു, സുമാർ സാർ പിന്നെ യൂണിഫോം ഉള്ളിലിട്ടിട്ട് ഷർട്ടിൻ്റെ മുകളിലിട്ടാണ് സാർ വരുക. ഷർട്ടും കഴിച്ചു. അപ്പോൾ CIൻ്റെ യൂണിഫോം കണ്ടപ്പോൾ തന്നെ പോലീസൊന്ന് കറക്റ്റായി പോയി മനസ്സായി. അപ്പോൾ അത് കഴിഞ്ഞിട്ട് പറഞ്ഞു, അപ്പോൾ ഇവർ ഭയങ്കര കഞ്ചസ്റ്റ് ആയി. അപ്പോൾ സാർ പറഞ്ഞു, പിസ്റ്റളിൻ്റെ അകത്ത് 6 റൗണ്ട് ഉണ്ട്, ഞാനിത് ഫയർ ചെയ്താൽ നിങ്ങൾ 4 ആൾ തീരും, 2 എണ്ണം പിന്നെയും ബാക്കി ഉണ്ടാവും. ഇതൊക്കെ സാറിങ്ങനെ അടിച്ചപ്പോ അല്ല, മലയാളം ഇതിനുള്ള മലയാളം എല്ലാവർക്കും മലയാളം അറിയാം, മലയാളം നന്നായിട്ട് അറിയുന്നവരാ. അപ്പൊ അവർ പറഞ്ഞു 6 വെടിയുണ്ട്, നിങ്ങൾ 4 പേരാണ്, അത് പറഞ്ഞപ്പോ പുള്ളിക്കാരൻ എന്താ വെച്ചാല്, പിന്നെ പോലീസ് സ്റ്റേഷനിൽ വരുന്നുണ്ടെങ്കിൽ നമുക്ക് എല്ലാം പറഞ്ഞു തീർക്കാം, നിങ്ങൾക്ക് നിങ്ങളെ പൈസ കിട്ടും, നമ്മളായിട്ട് നമ്മൾക്ക് പൈസ കിട്ടണ്ടെന്ന് ആക്കൂല. അങ്ങനെ നേരെ പോയി അടുത്തന്നെ പോലീസ് സ്റ്റേഷൻ ഉണ്ട്, ഒരു 500 മീറ്റർ അപ്പുറത്ത് പോലീസ് സ്റ്റേഷൻ ഉണ്ട്. നേരെ പോലീസ് സ്റ്റേഷനിൽ കൂട്ടിക്കൊണ്ടുപോയി അവിടുന്ന് പിന്നെ അഗ്രിമെൻ്റ് ആക്കി. സാർ വണ്ടി നിന്ന് മേടിച്ചാൽ നമ്മൾ പോലീസിൻ്റെ എല്ലാം ഡീറ്റെയിൽസ് എല്ലാം ഒറിജിനൽ RC കാണിച്ചെല്ലാം കാണിച്ച് വണ്ടി തന്നു. അവിടെ മാത്രമേ ഞങ്ങൾക്ക് കുറച്ച് വല്ലാതൊരു കൺജസ്റ്റ് ഉണ്ട്. ബാക്കി എല്ലാ സ്ഥലത്തും ഞങ്ങൾ ചെല്ലുമ്പോൾ പ്രൊഫസറില്ല, നാളൊന്നും ലാഗൊന്നും പ്രശ്നമില്ല. അങ്ങനെ വണ്ടി തന്നു. 13 വണ്ടി ഞങ്ങൾക്ക് കിട്ടി ആ കേസിൽ. ഒറ്റ പോക്കിൽ ഞങ്ങൾ 13 വണ്ടി. മൈസൂർ, പിന്നെ മൈസൂർ പോകുന്ന വഴി തന്നെ ഔട്ടർ റിംഗ് എന്ന് പറഞ്ഞിട്ട് അവിടെയുള്ള ഒരു സ്ഥലത്ത്, പിന്നെ നേരെ ബാംഗ്ലൂർ സിറ്റി, അവിടെ സിറ്റിയിൽ പല സ്ഥലത്തുമായിട്ട്
ഞങ്ങളിത് സ്ഥലത്ത് ഞങ്ങൾ താമസിക്കുന്ന അവിടെ ലോഡ്ജിൽ താമസിക്കുന്നതിൻ്റെ സൈഡിൽ അവരെ പാർക്കിങ്ങിലും ഞങ്ങളെ സൈഡിൽ ഒപ്പിച്ചിട്ടും വെച്ചു. ഏതൊക്കെ വണ്ടികളാ? ബലറോ ബൊലെറോ ഉണ്ടായിരുന്നു, ടാറ്റ സഫാരി ഉണ്ടായിരുന്നു, പിന്നെ ഒമിനി അല്ല സുമോ അല്ല ഒമിനി ഉണ്ടായിരുന്നു, രണ്ടോളം ഒമിനി, പിന്നെ ടവേര, പിന്നെ കോളിസ്, ഇത്തരത്തിലുള്ള കുറെ വണ്ടികളാണ്. ആ വണ്ടികളെല്ലാം കിട്ടിയത്. ഞങ്ങൾ എന്നിട്ട് അവിടെ നിന്ന് ഇങ്ങോട്ട് കൊണ്ടുവരാൻ വേണ്ടിയിട്ട് അവിടെയുള്ള 2-3 ആൾക്കാരെ ഞങ്ങൾ വാടകക്ക് ഡ്രൈവർമാരെ വാടകക്കാക്കി ഞങ്ങളെ പോലീസുകാരെല്ലാവരും വണ്ടി ഓടിച്ചു. അങ്ങനെ ഞങ്ങൾ 13 വണ്ടിയുമായിട്ട് തലശ്ശേരിക്ക് അന്നേരം ഇപ്പുറത്തെ വഴിയില്ല, മുത്തങ്ങ ചെക്ക് പോസ്റ്റ് വഴിയാന്ന് വരേണ്ട. മുത്തങ്ങ ചെക്ക് പോസ്റ്റ് വഴി നമ്മൾ തലശ്ശേരി വന്നിട്ട് ആ ഇത്രയും ആളെ കിട്ടിക്കഴിഞ്ഞപ്പോൾ പിന്നെയും നമുക്ക് ആളെ കിട്ടാനുണ്ട്. ഈ പിന്നെ RC പിന്നെ ഈ കള്ള RC ഉണ്ടാക്കുന്ന ആളെ കിട്ടണമല്ലോ. കള്ള RC ഉണ്ടാക്കുന്ന ആളെ കിട്ടിയിട്ട് അതും ഫോൺ നമ്പർ കോൺടാക്ട് നമ്പർ കിട്ടി. കള്ള RC ഉണ്ടാക്കുന്ന ആളെ വെച്ച് നോക്കി അഡ്രസ് കിട്ടും. അല്ല മിക്കവാറും വ്യാജ സിം ആയിരിക്കില്ല, മിക്കവാറും കിട്ടും. അത് കിട്ടി. നമ്മൾ ഇവൻ്റെ ലൊക്കേഷൻ കിട്ടി. കുഞ്ഞായൻ എരിഞ്ഞിപ്പാലം ആ ഭാഗത്താണ് ലൊക്കേഷൻ. ഇതേപോലെ തന്നെ ഞങ്ങൾ പോലെല്ലാം ചില കേസുകൾക്ക് പോയി കഴിഞ്ഞാൽ രാവിലെ പോയാൽ രാത്രി വരെ, അല്ലെങ്കിൽ ചിലപ്പം പിറ്റേ ദിവസം രാവിലെ നാളാണ് ചിലപ്പം കണ്ടിട്ടോ. ഞങ്ങൾ അന്ന് രാവിലെ വിട്ടു, അവിടെ എത്തി. അങ്ങനെ ഇരുന്ന് രാത്രിയായി, 7:45 8 മണിയായി. അപ്പോൾ അവൻ്റെ വീട് നമ്മൾ ലൊക്കേറ്റ് ചെയ്തു, എൻ്റെ അടുത്തുള്ള വീട് ലൊക്കേറ്റ് ചെയ്തു. അപ്പോൾ ഇങ്ങനെ നടന്നിട്ട് ഒരാൾ ഇതിൻ്റെ പാലം കടന്നിട്ട് ഇപ്പുറത്ത്, ഞങ്ങൾ റോഡിൻ്റെ ഇപ്പുറത്താണ് നിൽക്കുന്നത്, ഒരു പാലം കടന്നിട്ട് നേരെ ഇയാൾ ആ വീട്ടിലേക്ക് തന്നെ പോകുന്നത് ഞങ്ങൾക്ക് മനസ്സിലായി. ഞങ്ങൾ പിന്നാലെ പോയിട്ട് ബാക്കിൽ നിന്ന് കുഞ്ഞായെന്ന് വിളിച്ചപ്പോൾ കുഞ്ഞാൻ തിരിഞ്ഞു പോയി. അപ്പോൾ ഒറിജിനൽ കുഞ്ഞാൻ തന്നെ വാന്ന് പറഞ്ഞു. കുഞ്ഞാനെ വിളിച്ച് വണ്ടി കയറി. അല്ല അതിന് അവിടെ നിന്ന് ബലം കളിക്കല്ലേ, ഞങ്ങൾ 2-3 പേരുണ്ടല്ലോ, ബലം കളിക്കാന്നില്ല, അതിന് അത്രേ ഉള്ളൂ. ഒരു കുഞ്ഞാൻ വാന്ന് പറഞ്ഞു, വണ്ടി കയറ്റി. സംഗതി അവൻ പറഞ്ഞു, സാറേ എനിക്ക് അതിൻ്റെ അകത്ത് ഒരു കമ്മീഷൻ ഏജൻറ്റാണ് സാറേ, എനിക്കൊരു GK എന്ന് പറയുന്ന ആളാണ് ഇത് ഉണ്ടാക്കി തരുന്നത്. അയാൾ ബത്തേരി ആ ഭാഗത്ത് എവിടെയാണ്. ആക്ച്വലി ഓൻ അറിയാം വീട്, പക്ഷെ നമുക്ക് അവൻ കാണിച്ചു തരില്ലല്ലോ. അവനെ കൂട്ടി നേരെ വന്ന് ബത്തേരി കൂട്ടി. അവിടെ ബത്തേരിക്ക് പോയിട്ട് ബത്തേരി എത്തുന്നതിന് മുന്നേ വലത്തേക്ക് ഒരു ചെറിയ റോഡുണ്ട്. ആ റോഡിൻ്റെ ജംഗ്ഷൻ എത്തിയപ്പോൾ പറഞ്ഞു, ഇവിടെ നിന്നാണ് ഞങ്ങൾ കൈമാറൽ, ഇതിൻ്റെ അപ്പുറം എനിക്കറിയില്ല എന്ന് പറഞ്ഞു. പിന്നെ അവിടെ നിന്നിട്ട് കാര്യമില്ല, അവനും കൊണ്ട് നമ്മൾ കസ്റ്റഡിയാക്കണ്ടേ. പിന്നെ നേരെ കുട്ടി നമ്മൾ തിരിച്ച് 2ാം സ്റ്റേഷനിലേക്ക് വന്നു. അവനെ നമ്മൾ റിമൈൻഡ് ചെയ്തു. ഞങ്ങൾ സ്വന്തമായിട്ട് പോകാൻ തുടങ്ങി. എല്ലാവരും ഉണ്ട് ഞങ്ങളെ ടീം. അയാൾക്ക് ഫോൺ നമ്പർ ഇല്ല, അതാണ് പോയി കാണും ഇയാൾ, അതാണ് പോയി കാണും. ഇയാൾക്ക് ഫോൺ നമ്പർ ഇല്ല. ആ ജംഗ്ഷനിൽ നിന്ന് അങ്ങോട്ട് പോകേണ്ട റോഡാന്ന് മാത്രം ഇയാൾ പറഞ്ഞു. ഞങ്ങൾ ഏകദേശം ഇയാളെ 2 ദിവസം ഞങ്ങൾ നൈറ്റ് ആ റോഡിൽ കിടന്നു, തണുപ്പ് സ്ഥലത്ത് വണ്ടിയിൽ, സുൽത്താൻ ബത്തേരി ടൗണിൽ ആ റോഡ് സൈഡിൽ 2 ദിവസം വണ്ടിയിൽ ഞങ്ങൾ രാത്രി പ്രതീക്ഷിച്ചിട്ട്. അന്ന് പ്രദേശത്തുള്ള ഒരാളെ മോഡലൊക്കെ ചോദിച്ചു, ഒരു മേലിടുന്ന ആളാണ്, അങ്ങനെ വെച്ചു. വേറെ ഒന്നും നമുക്കറിയില്ല, ഫോട്ടോ കയ്യില്ല, ഒന്നുമില്ല. പക്ഷെങ്കിൽ ഇയാള് എന്തായാലും ഇയാള് പറഞ്ഞിരിക്കുന്നത് ചായപ്പൊടി ബിസിനസ്സുകാരനാന്ന് പറഞ്ഞു. അപ്പൊ എന്തായാലും ചായപ്പൊടി സഞ്ചി ഒന്നുകൊണ്ടാവുമല്ലോ, ഒരാളെ കയ്യിലുണ്ടാവുമല്ലോ എന്ന് വെച്ചാൽ ഞങ്ങൾ ഇങ്ങനെ 2 ദിവസം. പിറ്റേ ദിവസം ഭയങ്കര തണുപ്പിലാണ്, പറയുന്ന തണുപ്പാണ് അവിടെ. അങ്ങനെ 2 ദിവസം കഴിഞ്ഞിട്ട് പിറ്റേ ദിവസം ഒരു അതെല്ലാം ഞങ്ങള് തൊട്ടല്ല പെട്രോൾ പമ്പിൽ പിന്നെ ചിലപ്പോൾ പള്ളിയേക്കൽ പെട്രോൾ പമ്പിൽ, പിന്നെ അല്ലെങ്കിൽ പള്ളിവലിക്കൊരു ഹോട്ടലിൽ പെട്രോൾ പമ്പിൽ നിന്ന് പിന്നെ ടോയ്ലറ്റ് പോകും. ഇങ്ങനെ ഡ്രസ്സ് അതായത് ചിലപ്പോൾ എന്തെങ്കിലും ഒരു ഒലിമ്പി ഒന്ന് എടുത്ത് വെച്ചിട്ടുണ്ടാവും, അത്രേ ഉണ്ടാവുള്ളൂ. ഈ 2 ദിവസം, ഒരു ദിവസത്തേക്കല്ലേ പോകുന്നത്, 2 ദിവസത്തേക്ക് പോകുന്നില്ലല്ലോ. അത് കഴിഞ്ഞിട്ട് ഞങ്ങൾ ഇവനെ ലൊക്കേറ്റ് ചെയ്തു. ഞങ്ങൾ ഇവൻ്റെ വീട് ലൊക്കേറ്റ് ചെയ്തു. അതിങ്ങനെ ചോദിച്ച് ഒരു 11 വൈകുന്നേരം ആയപ്പോൾ ഇത് 2ാമത്തെ ദിവസം കഴിഞ്ഞപ്പം ഇവൻ്റെ ലൊക്കേഷൻ കിട്ടി. സാറിനെ വിളിച്ചപ്പോൾ സാർ പറഞ്ഞു അതിന് സെർച്ചിന് കൊടുക്കുന്നു. അങ്ങനെ കോടതിയിൽ ഒരു ഞങ്ങൾ വീട് കണ്ടുപിടിച്ചു. അല്ല, വീട് കയറാൻ പറ്റില്ലല്ലോ, നമുക്ക് വേറെ കടലാസൊന്നും ഇല്ലാണ്ട് ചില വീട്ടിൽ കയറി കഴിഞ്ഞാൽ ഒന്നുമില്ല. ഞങ്ങളപ്പോൾ അവിടെ സെർച്ചിന് കൊടുത്തു. ബത്തേരി കോടതിയിൽ ഞങ്ങൾ സെർച്ചിന് കൊടുത്തു. സെർച്ച് വാറണ്ട് മേടിച്ചിട്ട് ഞങ്ങൾ നമ്മളെ എടുത്ത കേസിന്റെ ക്രൈം നമ്പർ വെക്കണം. തലശ്ശേരി ക്രൈം അവിടെ പിന്നെ നമ്മൾ ഇത് കൊടുത്തു. അത് അന്വേഷണ ഉദ്യോഗസ്ഥ നിലയിൽ പിന്നെ ഇത് കൊടുക്കാം. അങ്ങനെ സുമര സാർ പറഞ്ഞു ധൈര്യമായിട്ട് കൊടുത്തോ, പിന്നെ നിങ്ങളെ പേരിൽ തന്നെ വെച്ച് കൊടുത്താൽ മതി. എൻ്റെ പേരിൽ തന്നെ വെച്ച് കൊടുത്തു. ഞങ്ങളെ വീട്ടിൽ കയറി ഒരു അമ്മയും ഒരു മകളും ഒക്കെ ഉണ്ട്.
ഒന്നുമില്ല, അവർക്കൊന്നും കച്ചവടം ചായപ്പൊടി കച്ചവടം തന്നെയായിരുന്നു. ഈ ബിസിനസ്സൊന്നും അവർക്കറിയില്ല. അപ്പം അയാളില്ല സ്ഥലത്തില്ല. അയാൾ ഇത്ര ആളെ പിടിച്ചെന്ന് കേട്ടപ്പോൾ തന്നെ അയാൾ മുങ്ങി. അവർക്ക് വിവരം കിട്ടിയിട്ടുണ്ടാവില്ല, ആൾ മുങ്ങിപ്പോയി. എന്തായാലും ഞങ്ങൾ ലോക്ക് ചെയ്തു, അവിടെ സ്ഥലം കണ്ടുപിടിച്ചു, ലൊക്കേഷൻ കണ്ടുപിടിച്ചു. പിന്നെ ഞങ്ങൾ അവിടെ നിന്ന് മടങ്ങി. ആ വീട്ടിൽ റെയ്ഡ് നടത്തി, ആരുമില്ല, കുടുംബ ബന്ധുക്കൾ മാത്രമേ ഉള്ളൂ. ആ പറയുന്ന GK അവിടെ ഇല്ല. ആ GK അവിടെ ഇല്ല. അങ്ങനെയാണ്. ഫുൾ പേര് ഗോപാലകൃഷ്ണൻ തന്നെയാണോ? അത് കിട്ടിയില്ല, എനിക്ക് ഓർമ്മയില്ല. അത് പിന്നീട് അവൻ കോടതിയിൽ സർജറി ആയിരുന്നു ചെയ്ത്, നമുക്ക് കിട്ടിയില്ല, ആളെ നേരിട്ട് കിട്ടിയില്ല. ആ ഒരു കേസിൽ ഇത്രയും എഫേർട്ട് എടുക്കേണ്ടത് ഒരു പിന്നെ ഒരാളെ കിട്ടി, അതിന് ചെയിനായിട്ടാണ് കിട്ടുന്ന ആളെ, ഒരു ചെയിനായിട്ട് കിട്ടുന്നുണ്ട് കുറേ ദിവസം. ഈ സമയത്തൊന്നും റെസ്റ്റ് ഉണ്ടാവില്ല, കണ്ടിന്യൂസ് വർക്കായിരിക്കുന്നതാണ്. പക്ഷെ അന്ന് എല്ലാവരും ഒരു നല്ലൊരു കേസായിട്ട് ഞാൻ കണ്ടായിരുന്നു. അപ്പൊ അവരെ കൈ കിട്ടിയോ? ഇല്ല, ഞങ്ങൾക്ക് GK കൈ കിട്ടിയില്ല. കോടതി കൊടുത്തു. കോടതി നിങ്ങൾ കസ്റ്റഡിയിൽ വാങ്ങിയില്ലേ? കോടതി GK നമുക്ക് കിട്ടിയില്ല. പിന്നെ എന്താ അറിയോ, പിന്നീട് ഈ കസ്റ്റഡി വാങ്ങിക്കലും അന്വേഷണം നടത്തലും നമ്മളെ എഴുത്തുകാരാണ്. അന്ന് നമ്മളെ തലശ്ശേരി എന്ന കേസ് നമ്മളെ പ്രേമാട്ടൻ, വേണുഗോപാൽ, പ്രേമാട്ടൻ അവരിലാണ്. പിന്നെ അവരാ നോക്കിക്കോളും. നമുക്ക് കേസ് ഫ്രെയിം ആകുന്നവരെ നമ്മൾ അവരെ കൂടെ ഉണ്ടാവില്ല. പിന്നെ അപ്പോഴേക്കും ഞങ്ങൾക്ക് അടുത്ത പണി നമുക്ക് വേറെ വന്നിട്ടുണ്ടാവും. അപ്പോൾ ആ ഒരു ഇതിലാണ് ഈ പുളകുറ്റി ചന്ദ്രനെ പറ്റി പറയാം. പിന്നീട് ഈ പൂളക്കുറ്റി ചന്ദ്രന്റെ ശരിക്കുള്ള ഹിസ്റ്ററി എന്താണ്? പൂളക്കുറ്റി ചന്ദ്രൻ എന്ന കഥാപാത്രത്തെ ഞാൻ അറിഞ്ഞിടത്തോളം ഒരു സൈലന്റ് പേഴ്സണാണ്. കണ്ടാൽ ഭയങ്കര സൈലന്റ്, ഒന്നുമില്ല, ഒരു ഉണ്ടാവില്ല, ഒന്നുമില്ല. ഭയങ്കര ഓവർ ഷുഗറുള്ള. ഞങ്ങൾ എന്നിട്ട് ഷുഗറിന് അയാൾ തന്നെ ഇൻസുലിൻ കുത്തിവെക്കുന്ന ആളാണ് അയാൾ സ്വന്തമായിട്ട്. അയാൾക്ക് അറിയാം. കഥാപാത്രം സംസാരിക്കുമ്പോൾ എന്തുകൊണ്ട് ഈ കവർച്ചാ കേസിന് ശേഷം ഈ മേഖല തെരഞ്ഞെടുക്കാൻ എന്താ കാരണം എന്നൊന്നും പറയുന്നുണ്ട്. അയാൾ എങ്ങനെയെങ്കിലും ജീവിക്കണ്ടേ സാറേ, അയാൾ പറയുന്നത് എങ്ങനെയെങ്കിലും ജീവിക്കണ്ടേ, നമുക്ക് വേറെ ഇതൊന്നും ഇല്ലല്ലോ. എന്നിട്ട് അങ്ങനെ അതിലങ്ങ് പോയി. ആ ഒരു ഇതിലേക്ക് തന്നെ അയാളങ്ങ് പോയി. പിന്നീട് ഞാൻ കണ്ടിട്ടുണ്ട് അയാളെ. പിന്നീട് അതാണോ അയാൾ ആ കേസ് പിടിച്ചിട്ട് പിന്നെ രംഗത്തുണ്ടായിട്ടുണ്ടോ ശരിക്കും? പിന്നീട് മറ്റുള്ള കേസുകളിലൊന്നും എവിടെയും അറസ്റ്റ് ചെയ്തെന്ന് പറഞ്ഞു കേട്ടില്ല. പക്ഷെ ഇവരെയൊക്കെ പിടിക്കുമ്പോ ഇവരൊക്കെ നിങ്ങളോട് സംസാരിക്കുമ്പോ അവരുടെ ഒരു ജീവിതമൊക്കെ ഇങ്ങനെ ആകാനുള്ള കാരണങ്ങളൊക്കെ പറയുമോ? അത് ചില ആൾക്കാർ ഇതിൻ്റെ അകത്തിപ്പം ഈ ഇവന്റെ കാര്യത്തിൽ, ഈ പുളക്കുറ്റിന്റെ കാര്യത്തിൽ ആ മറ്റേ കേസിൽ വന്നുവല്ലോ. പിന്നെ എല്ലാവരും അയാൾക്ക് ഈ ഒരു ഇതിലാ കാണുന്ന അയാളെ. ബാങ്ക് കവർച്ചയെ കുറിച്ച് അയാൾ നിങ്ങളോട് സംസാരിച്ചിട്ടുണ്ടോ? ഇല്ല, അത് അതിന്റെ അടുത്ത് ഇൻവോൾവ് ആയിരുന്നു അയാൾക്ക്. വിജേഷ് എന്ന് പറയുന്ന കഥാപാത്രമുണ്ട് നിങ്ങൾ പിടിച്ചേ, അത് പുളക്കുറ്റി ചന്ദ്രനുമായിട്ട് ഇത് കുറെ കാലമായിട്ട് ഏർപ്പാടുമായിട്ട് നടക്കുന്നവരാണ്. അല്ല, ഈ ഒരു കേസ്, ഈ വണ്ടി വണ്ടിന്റെ കേസിലാണ്. അവന് ഒരു പ്രാവശ്യം ഗൾഫിലൊക്കെ പോയിട്ട് വന്നത് ആളാണ്. അപ്പൊ അതിനുശേഷം പിന്നെ നാട്ടിൽ വന്ന് ജീവിക്കണ്ടേ. അപ്പോൾ അതിനു വേണ്ടിയാണ് ഇയാളെ കൂടെ കമ്പനി കൂടി. ഈ 13 വണ്ടി പിടിച്ച് നിങ്ങൾ കോൺവോയ് അടിസ്ഥാനത്തിൽ കൊണ്ടുവന്നു. ഇത് എന്നിട്ട് ഉടമകൾക്ക് തിരിച്ചു കൊടുത്തു. അതെങ്ങനെയാ, അതിന്റെ പ്രൊസീജിയർ എങ്ങനെയായിരുന്നു? അതൊന്നുമില്ല, അത് നമ്മള് വണ്ടി കൊണ്ടുവന്നിട്ട് നമ്മൾ കോർട്ടിൽ ഹാജരാകും. എന്നിട്ട് ഈ ഒറിജിനൽ RC ഓണറെ നമ്മൾ വിവരം അറിയിക്കും. അപ്പൊ അവര് വന്നിട്ട് അവരെ രേഖകളൊക്കെ കാണിച്ചിട്ട് അവർക്ക് ഈ വണ്ടികൾ എങ്ങനെ ഇവർ കൈക്കലാക്കുന്ന രീതി എങ്ങനെയാ ശരിക്കും? മോഷ്ടിക്കലാണോ? മോഷ്ടിക്കലല്ല ശരിക്കും. ഇതിപ്പോ ഞാൻ RC ഓണറാണെങ്കിൽ എൻ്റെ പരിചയക്കാരൻ്റെ ഒരു പരിചയമുള്ള ആളെ കേരഫിൽ വരും. അവനെ നമുക്ക് കിട്ടിയിട്ടില്ല, അവൻ മുങ്ങിക്കളഞ്ഞിരുന്നു. ആ വാങ്ങിച്ചിട്ട് കൊടുത്തവരുണ്ടല്ലോ, ആദ്യം വണ്ടി വന്ന് തൽക്കാലം ഓടിക്കാനൊക്കെ വണ്ടി മേടിക്കും. ഒരു കല്യാണം ഉണ്ടെന്നോ അല്ലെങ്കിൽ ഒരു എവിടെയെങ്കിലും പോകാനുണ്ടെന്നോ ഒക്കെ പറ്റും. പിന്നെ ചില വണ്ടികൾ അത് നമ്മളോട് പറയില്ല, അവർ ലീസിന് കൊടുക്കും. ഈ വാടക വണ്ടി ശരിക്കും വാടക കൊടുക്കാൻ പാടില്ല, വണ്ടി കൊടുക്കാൻ പാടില്ല. അത് ഇല്ലീഗലാണ്, അത് ഇല്ലീഗലാണ്. വണ്ടി കൊടുക്കുന്നുണ്ട്, അത് ഇല്ലീഗലാണ് ശരിക്കും. അതിനകത്ത് വേറെ കാര്യം കൊണ്ട് മനസ്സിലാക്കേണ്ടത്, വണ്ടി ഈ ലീസിന് മേടിച്ച വണ്ടി എവിടെയെങ്കിലും ആക്സിഡന്റ് ആയാൽ നമ്മളെ ആ ഒരു ക്ലെയിം പോലും കിട്ടില്ല, ഇല്ലീഗലാണ് അത് ശരിക്കും. അപ്പൊ അങ്ങനെയുള്ള വണ്ടികൾ ആണ് ഇവർ കൊണ്ടുപോയിട്ട് അതിൻ്റെ അകത്ത് ഒരു RCന്റെ കോപ്പി കിട്ടുമല്ലോ. ആ ഒരു കോപ്പി കിട്ടിയാൽ ഇവർ ഒറിജിനൽ RC. അത് ഈ GK ആണ് ഉണ്ടാക്കുന്നത്. അവൻ നമുക്ക് കിട്ടാതെ തന്നെ അവർക്ക് അതിന്റെ ഒരു ഇതിലേക്ക് നമുക്ക് എത്താൻ പറ്റില്ല. ഇല്ല, ഞങ്ങൾ പിന്നെ വേറൊരു കേസുമായിട്ട്. ഈ 13 വണ്ടികളും ഏതൊക്കെ പ്രദേശത്ത് പോയതാ ശരിക്കും? ഈ 13 വണ്ടികളും വണ്ടി തലശ്ശേരി ഉണ്ടായിരുന്നു, വടകര ഉണ്ടായിരുന്നു, മെയിനായിട്ട് തലശ്ശേരി കണ്ണൂർ ഭാഗത്തിൽ തന്നെയുള്ള വണ്ടികൾ. തലശ്ശേരി സ്റ്റേഷനിൽ ഇവരെ കൺഫെഷൻ പൊതി പ്രകാരം നമ്മൾ അവിടെ കേസിടും, FIR. ഞാനിങ്ങനെ ഒരു വണ്ടി, ഇത്ര നമ്പർ വണ്ടി കൊണ്ടുപോയിട്ട്. നിങ്ങൾ ആദ്യം
പുളക്കുറ്റി ചന്ദ്രന്റെ ഒരു വണ്ടി മോഷണമല്ലേ നിങ്ങൾ ഞങ്ങൾ ആദ്യം എത്തുന്നത് ആ സ്കോർപിയോയിൽ മാത്രം. അത് കഴിഞ്ഞ് ഈ 13 വണ്ടിയും വരുന്നുണ്ടല്ലോ. അപ്പൊ അതിനൊക്കെ സെപ്പറേറ്റ് സെപ്പറേറ്റ് എഫ്ഐആർ ഇടും. ഈ 13 എഫ്ഐആർ സെപ്പറേറ്റ് എഫ്ഐആർ ഇടും. ആ. അത് ഓരോ എൻ്റെ പിന്നെ ഞാൻ ഇങ്ങനെ ഇത് പ്രകാരം ഞാൻ അവരുടെ മൊഴി ഉണ്ടാവുമല്ലോ, അവരുടെ മൊഴിയിൽ ഞങ്ങൾ ഒരു വണ്ടി എടുത്തിട്ട് ഇന്നയാൾക്ക് കൊടുത്തിട്ടുണ്ട്, നമ്മളെ കൊണ്ടുപോയി കാണിച്ചിട്ട് എൻ്റെ കൂടെ വന്നാൽ ഞാൻ അത് കാണിക്കാന്ന് പറഞ്ഞിട്ട് അവർ മൊഴി തന്നാൽ ഞങ്ങൾ അത് വെച്ചിട്ട് എഫ്ഐആർ ഇടും. എന്നിട്ട് അത് പോയി റിക്കവർ ചെയ്ത് കൊണ്ടിട്ടു. അത് കഴിഞ്ഞിട്ട് എന്നിട്ട് ആ വണ്ടി ഈ കേസിലേക്ക് നമ്മൾ റിക്കവറി കാണിക്കും. അപ്പൊ അവിടുത്തെ ഈ മോഷണം പോയ സ്ഥലം ഉണ്ടല്ലോ, എടുത്ത സ്ഥലത്തെ സംബന്ധിച്ച് റെക്കോർഡൊന്നും ഉണ്ടാവില്ല. അവിടെ റെക്കോർഡ് ഉണ്ടാവില്ല. അവർ നമുക്ക് ഏൽപ്പിക്കുന്ന സാക്ഷി ഉണ്ടാവും. അപ്പൊ ഞാൻ എന്റെ ഒരു ചോദ്യം, ഈ 13 പേരുടെ വണ്ടി മോഷണം നഷ്ടപ്പെട്ടിട്ട് അവർ അതാത് സ്റ്റേഷനിൽ പരാതി കൊടുത്തിട്ടുണ്ടാവൂലേ? ഉണ്ടാവും. അതിന്റെ എഫ്ഐആർ ഉണ്ടാവില്ലേ? അത് പിന്നെ ചില സ്ഥലത്ത് ഈ പിന്നെ ഇങ്ങനെ ഈ വാടക കൊടുക്കുന്ന പറഞ്ഞ മിക്കവാറും സ്ഥലത്ത് എഫ്ഐആർ ഇടൂല. അത് ഇടില്ല. അതവർക്ക് വണ്ടി ശരിക്കും പറഞ്ഞാൽ ഇത് ഞങ്ങൾക്ക് ഈ ഒരു വണ്ടി കിട്ടിയോണ്ടാണ്, മറ്റുള്ള വണ്ടിയെല്ലാം ഈ ആളെ കിട്ടിയോണ്ടാണ് ഈ വണ്ടിയെല്ലാം കിട്ടുന്നത്. ഇല്ല ഇവർക്ക് വണ്ടി ചിലപ്പോൾ കിട്ടാൻ തന്നെ ആകൂല. എന്നുവെച്ചാൽ ഇത് നിങ്ങൾ ഇതിനെ വാടക കൊടുത്ത് മിക്കവാറും പോലീസ് സ്റ്റേഷനിൽ നിങ്ങൾ വാടക കൊടുത്ത് അവർ അങ്ങോട്ട് തന്നെ ചോദിക്കും, നിങ്ങൾ വാടക കൊടുത്തെങ്കിൽ പിന്നെ ഇതിനെ വാടക കൊടുത്ത് നിങ്ങൾ എന്നെ കണ്ടുപിടിച്ച് വിടും. പല സ്ഥലത്തും അങ്ങനെ തന്നെയാണ്. എഫ്ഐആർ ഒന്നും ഉണ്ടാവില്ല. ഇല്ല. ഇവർ ഈ പണം ഈ വിറ്റ് കിട്ടുന്ന പൈസ കൊണ്ട് ഇവരുടെ പരിപാടിയാണ് ലാവിഷായിട്ട് ജീവിക്കൽ തന്നെ. എന്താണ് അവരുടെ ലാവിഷ്? എന്തൊക്കെയാണോ? ഇതേപോലെ തന്നെ വേറൊന്നുമില്ല. ഈ ഇതന്നെ പരിപാടി. നന്നായിട്ട് ഭക്ഷണം കഴിക്കുക, നന്നായിട്ട് ഇങ്ങനെ യാത്ര ചെയ്യുക, വേടിയും ടൂർ പോവുക, ഈ പൈസ അങ്ങനെ പക്ഷെ കുഞ്ഞാന്റെ കാര്യത്തിൽ കിട്ടുന്ന കമ്മീഷൻ അവന്റെ വീട്ടിലേക്കാണ് ചെലവാക്കുന്നത്. അവൻ കൃത്യമായിട്ട് വീട്ടിൽ ഉള്ള ഒരാളെ, ഒരു കുടുംബത്തിലെ ആള്, അവന് കമ്മീഷൻ മേടിച്ചിട്ട് അയാള് അത് ചെലവാക്കുക, അതിന്റെ കമ്മീഷനൊക്കെ കിട്ടുന്നുള്ളൂ. കുഞ്ഞായനും ഇവരൊക്കെ തമ്മിൽ കണക്ട് ചെയ്യുന്നത് എങ്ങനെയാ ശരിക്കും? ഇവരൊക്കെ ഈ ലിങ്ക് എങ്ങനെയാ ഓപ്പറേറ്റ് ചെയ്യുന്നത് ശരിക്കും? അത് നമ്മളെ ഇവൻ ഈ പുളക്കുറ്റിക്ക് ഭയങ്കര വൈഡ് റേഞ്ച് ഉണ്ട്. അതുകൊണ്ടാണ് ഇങ്ങനത്തെ കാര്യത്തിലെല്ലാം പുള്ളിയാണ്. അവര് ഏതെങ്കിലും ജയിലിൽ കിടമ്പോ പരിചയപ്പെട്ടതോ അങ്ങനെയൊക്കെ ആയിരിക്കും അതിന്റെ അകത്ത് ഉണ്ടാകുന്ന. അതെങ്ങനെയാന്ന് അവര് പറയൂ, എങ്ങനെ ശരിക്കും ഇവരൊക്കെ കണക്ട് ചെയ്യുന്നത് എങ്ങനെയാന്നുള്ളത്? അല്ല, ഈ പിന്നെ പുളക്കുറ്റി ചന്ദ്രനും വിജേഷും കണക്ട് ചെയ്തിരിക്കുന്നത് അവര് നാട്ടുകാരായതുകൊണ്ട്. ഈ മറ്റവൻ പിന്നെ ഇവനെ ആരോ പരിചയപ്പെടുത്തിയതോ അങ്ങനെ എന്തോ ഈ കുഞ്ഞായന ആർസി കിട്ടണ്ടേ. അപ്പൊ ഇവരെ മനസ്സിൽ ഇതെങ്ങനെ കൊണ്ട് വിൽപ്പന നടത്തണം, എങ്ങനെ കള്ള ആർസി ഉണ്ടാക്കണം എന്ന് ചിന്തയുണ്ടല്ലോ. അപ്പൊ അതിനെപ്പറ്റി ചിന്തിച്ച് വന്നപ്പോ അവര് ഇത് കൊടുത്തു. അങ്ങനെയാണ് ഇവർ കണക്ട് ആകുന്നത്. അപ്പൊ കുഞ്ഞായനും ജി കെയും തമ്മിൽ ബന്ധമുണ്ട്. അപ്പൊ കുഞ്ഞായനും ജി കെയും തമ്മിലാണ് പിന്നെ കണക്ഷൻ. വാഹന മോഷണ കേസിൽ വേറെ പ്രമുഖരാരെയും ബന്ധപ്പെട്ടിട്ടില്ല ഈ പുളക്കുറ്റി ചന്ദ്രൻ അല്ലാതെ? വേറെ കുറെ കേസുകൾ നിങ്ങൾ കൈകാര്യം ചെയ്തിട്ടുണ്ടല്ലോ. പിന്നെ ഒരു സാലു വർഗീസ് എവിടുത്തുകാരനാണ്? അയാള് ആറളംകാരനാണ്. ഇപ്പം കുറച്ചായിട്ട് ഒന്നും കേസിലൊന്നും പെട്ടതായിട്ട് കാണുന്നില്ല. വാഹന മോഷണത്തിൽ തന്നെ സ്പെഷ്യലൈസ്. അവൻ പക്ക മോഷ്ടാവ്. എങ്ങനെയാ അതിന്റെ കഥ? അവന്റെ കഥ എങ്ങനെയാണ്? അവനെങ്ങനെയാ വരുന്നതെന്ന് വെച്ചാല്, നമ്മളെ അവന് മെയിനായിട്ട് അവന്റെ ഏറ്റവും ഇഷ്ടപ്പെട്ട വാഹനം പച്ച കോളിസാണ്. കോളീസിന് ഡിമാൻഡ്, പച്ച കോളീസിനാണ് ഭയങ്കര ഡിമാൻഡ്. അവർക്ക് കൊണ്ടുകൊടുക്കുന്ന ആളുകൾ എടുക്കുന്ന പച്ച കോളീസിനാണ് ഡിമാൻഡ് ആയിട്ട്. നമ്മള് ചേറ്റംകുന്ന് വെച്ചിട്ടൊരു കോളീസ് ഒരു പ്രാവശ്യം പോയിരുന്നു, ചേറ്റംകുന്ന്. ആ വണ്ടി നമ്മളെ മലപ്പുറം ഷാപ്പുംകുന്ന് എന്ന് പറഞ്ഞ സ്ഥലത്താണ് പോയി ഇടിച്ചു നിർത്തി. ഇവന് വണ്ടി രാത്രി പോകുന്ന പോക്കില് ഇല്ല, വാഹനമോഷണം തന്നെയായിരുന്നു. ഇല്ല, അവൻ ഇങ്ങനെ ഗാങ്ങായിട്ട് കൂടിയിട്ട് വാഹനമോഷണം പോയ വണ്ടി അത് ആക്ച്വലി പിന്നെ എടുത്തു പോയത് ഒന്നറിയില്ല. അന്ന് ഞങ്ങളെ വിക്രം സാറാണ്, ഇപ്പോഴത്തെ എസ് പി സാറാണ് അന്ന് തലശ്ശേരി CI. ഞാനവിടെ എന്നോട് ഒരു വണ്ടി ഇങ്ങനെ ഉണ്ട്, കളവ് പോയിട്ടുണ്ട്, ഇന്ന സ്ഥലത്ത് സാറിന് നാടൻകൂട്ടായുണ്ട്, സാറിന് കറക്റ്റ് വഴി അറിയാം. ഷാപ്പ് കുന്ന് ഏകദേശം മഞ്ചേരിക്കടുത്തുള്ള ഷാപ്പ് കുന്നുന്ന സ്ഥലത്ത് വണ്ടി അവിടെ കിടക്കുന്നുണ്ട്, പോയി നോക്കിയിട്ട് അത് എങ്ങനെയാ മെസ്സേജ് കിട്ടുന്നത്? സാറിന് ഇത് വണ്ടി അവിടെ സാധാരണ വണ്ടി എവിടെയെങ്കിലും ഇടിച്ചു നിർത്തിയിട്ടോ പിന്നെ നമ്മളെ കണ്ണൂർ രജിസ്ട്രേഷൻ തലശ്ശേരി രജിസ്ട്രേഷൻ വണ്ടി ആകുമ്പോൾ ഇങ്ങോട്ടേക്ക് വിവരം വരുമല്ലോ, മെസ്സേജ് വരുമല്ലോ. അപ്പോൾ വണ്ടീൻ്റെ നമ്പർ നമ്മൾ ടാലിയായി എന്നോട് പോയി എടുക്കാൻ പറഞ്ഞു. ഞാൻ ആ വണ്ടീൻ്റെ ഇവരെ കൂടെ പോയി, ഓണർ കൂടെ പോയി. ഞങ്ങൾ തലശ്ശേരിയുള്ള ഒരു 2 പേര് ഞങ്ങൾ ആ വണ്ടി ഞാനാ പോകുന്നു. അവിടെ ചെന്നപ്പോൾ ആ വണ്ടിയിൽ ഇവന് സ്ഥിരമായിട്ട് ഉപയോഗിക്കുന്ന ഒരു ആക്സോ ബ്ലേഡ് ഉണ്ട്. നമ്മൾ ആ ചെറിയ ഹാൻഡിലുള്ള ഒരു ചെറിയ ആക്സോ ആയിരിക്കും. അതിന് ഭയങ്കര ഷാർപ്പായിരിക്കും ആ സാധനം. പൂട്ട് മുറിക്കാൻ ഉപയോഗിക്കുന്നതാണ്. ഈ ഗേറ്റിനൊക്കെ പൂട്ടുണ്ടെങ്കിൽ പൂട്ട് മുറിക്കാനും പിന്നെ ഈ വണ്ടീൻ്റെ എന്തെങ്കിലും ലോക്കറിൽ കട്ട് ചെയ്യാൻ വേണ്ടിയിട്ടുള്ള ഉപയോഗിക്കുന്ന സാധനമാണ് അത്. അപ്പോൾ ഞാൻ ആ വണ്ടി പിന്നെ വിശദമായി സെർച്ച് ചെയ്തപ്പോൾ അത് ഒരു കഷ്ണം പല്ല്,
അപ്പൊ ഇവൻ വണ്ടി ഇടിച്ച് പിന്നെ എടുക്കാൻ പറ്റാതെ ആയത്തില്ലേ. ഇവൻ വണ്ടിയിൽ വണ്ടി ആക്സിഡന്റ് ആയതാണ്. അല്ല ഇവന് പരിക്കേറ്റുണ്ടായി. പരിക്കേറ്റുണ്ടായിരുന്നു. ഇല്ല, അവൻ പോയി രക്ഷപ്പെട്ടു പോയി. അവൻ രക്ഷപ്പെട്ടു പോയി. പക്ഷെ ഞങ്ങൾക്ക് പിന്നീട് മനസ്സിലാവുന്ന അന്ന് ഇവൻ അടുത്തൊന്നും നമുക്ക് അറിയുന്നില്ല. നമ്മൾ ഈ സാധനം കണ്ടപ്പോ ഇത് സാധനം ഉപയോഗിക്കുന്ന സാധനമാണ്. അവൻ സ്ഥിരമായിട്ട് കളവ് ചെയ്യാൻ പോകുമ്പോ ഇവിടെ ഈ തലശ്ശേരിയിൽ നിന്ന് മോഷണം പോയ വണ്ടി അവിടെ അപകടത്തിൽ പെട്ടിട്ടുണ്ടെന്നുള്ള വിഷയം മാത്രമേ നമുക്ക് കിട്ടുന്നില്ല. ഈ സാധനമാണ് കൊണ്ടുപോയി അറിയില്ല. നിങ്ങൾ ചെല്ലുമ്പോ ഈ വണ്ടി കിടക്കുന്നത്, ആ വണ്ടി നിങ്ങൾ കസ്റ്റഡിയിലെടുത്തു. കസ്റ്റഡി എടുക്കുമ്പോൾ അതിനകത്തുള്ള സാധനങ്ങളാണ് ഈ പിന്നെ എക്സോബ്ലേഡും മറ്റുള്ള. പിന്നെ ഈ ഇവന്റെ ഒരു മോഡസ് എന്താണെന്ന് വെച്ചാല് ലോക്ക് പൊട്ടിച്ചിട്ട് അതിനിങ്ങനെ വയർ കണക്ഷൻ കൊടുത്താൽ സ്റ്റാർട്ട് ആവും. അങ്ങനെയാണ് ഈ വാഹനം. ലോക്ക് പൊട്ടിക്കും. ഈ ലോക്ക് പൊട്ടിക്കുന്നത് കീന്റെ ഇതില്ല, കീന്റെ ആ സെക്ഷൻ പൊട്ടിച്ചിട്ട് ഇതിന്റെ 2 വയറിനെ കണക്ട് ചെയ്താൽ. ഡോർ എങ്ങനെയാ പൊട്ടിക്കുക? ഡോർ പൊട്ടിക്കണ്ടേ? ഉള്ളിലേക്ക് കടക്കണമെങ്കിൽ ഈ ഡോർ പൊട്ടിക്കൽ അതെല്ലാം ഒരു പല വിധത്തിലുള്ള പൊട്ടിക്കലാണ്. ചിലപ്പോൾ ഗ്ലാസ് താത്തിട്ട് ഇതാക്കിയിട്ട് കൊണ്ട് ലോക്ക് തുറക്കും. അങ്ങനെ ഓരോ ടെക്നിക്കലാണ്. മിക്കവാറും അത് ഗ്ലാസ് താത്തിട്ട്, അല്ലെങ്കിൽ ഈ പിന്നെ ഗ്ലാസിന്റെ തന്നെ നമ്മളെ പിന്നെ മിററിന്റെ സൈഡിലായിട്ട് ചെറിയൊരു ക്വാർട്ടർ ഗ്ലാസ് ഉണ്ട്, അത് പൊട്ടിക്കും. അത് അവരുടെ കയ്യിലിട്ടും തുറക്കാൻ പറ്റും. അങ്ങനെയൊക്കെയാണ് അവർ വണ്ടി എടുത്ത് പോകുന്നത്. ഷാപ്പുംകുന്ന് മലപ്പുറം വണ്ടി ഇടിച്ച് നിർത്തിയിട്ടുണ്ട്. ഞങ്ങൾ പോയി അവിടുന്ന് വണ്ടി പിന്നെ എടുത്തുകൊണ്ടിരാൻ പറ്റില്ല, ഞങ്ങൾ അത് ഡോവ് ചെയ്തിട്ട് കൊണ്ടുവരുന്നത്. ഈ ഇവൻ ഉപയോഗിക്കുന്നതാണെന്ന് മനസ്സിലായി. ഞാനതപ്പം തന്നെ സാറിനെ വിളിച്ചു പറഞ്ഞു, സാർ ഇങ്ങനെ ഇന്ന ആളായിരിക്കാൻ സാധ്യതയുണ്ടെന്ന് മാത്രം പറഞ്ഞു. പിന്നെ അവിടെ അത് കഴിഞ്ഞിട്ട് ഇവൻ നമ്മളൊരു വണ്ടി, അത് തലശ്ശേരിയിൽ തന്നെ ഒരു വണ്ടി എടുത്തിട്ട്, ഒരു പൂജാരിൻ്റെ വണ്ടിയാണ്. പിന്നെ ചേറ്റംകുന്ന് കഴിവില്ല, ഒരു പൂജാരിയാണ് അദ്ദേഹം. രാത്രി 4 മണിക്ക് പൂജയ്ക്ക് വേണ്ടിയിട്ട് തുളസി പറിക്കാൻ വേണ്ടി വന്നപ്പോൾ വണ്ടി കാണുന്നില്ല. അപ്പം തന്നെ സ്റ്റേഷനിൽ പോയിരുന്നു. എല്ലാ സ്ഥലത്തും അന്ന് വിനോദ് നൈറ്റ് ഡ്യൂട്ടിയിലുണ്ട്, നമ്മളെ നമ്മുടെ സ്ക്വാഡിൽ. അപ്പോൾ എല്ലാ സ്ഥലത്തും മെസ്സേജ് ഇങ്ങനെ കൊടുത്തേയിരുന്നു. അങ്ങനെ വണ്ടി പയ്യന്നൂർ ഭാഗത്തൊക്കെ പോയെ. പയ്യന്നൂർ ഭാഗത്ത് നിന്ന് ഒന്നുമില്ല, മൊബൈൽസ്, വണ്ടി നമ്പർ വെച്ചിട്ട് മൊബൈൽസ്. മൊബൈൽ പെട്രോൾ ആക്റ്റീവ് ആയിരിക്കും. അപ്പൊ അങ്ങനെ പയ്യന്നൂർ കഴിഞ്ഞപ്പോൾ, ആക്ച്വലി പയ്യന്നൂർ കഴിഞ്ഞപ്പോൾ ഇവർ മൊബൈൽ പറഞ്ഞു, ഒരു വണ്ടി ഒരു പച്ചക്കോളീസ് ഇപ്പോൾ പാസ് ചെയ്യുന്നുണ്ട്, നമ്പർ വ്യക്തമല്ലാന്ന് പറഞ്ഞിട്ട് പറഞ്ഞു. അപ്പോൾ അങ്ങനെ അങ്ങോട്ടേക്ക് നമ്പർ കൊടുക്കാൻ തുടങ്ങി, കാസർഗോഡേക്ക് കൊടുത്തു. അങ്ങനെ നമ്മളെ ഇതില്ലേ കടപ്പുറത്തോട്ട് പോകുന്ന എന്തായിരുന്നു, ബേക്കൽ പോലീസ് സ്റ്റേഷൻ ലിമിറ്റിൽ ഇതുപോലെ തന്നെ ഇവൻ എന്താ പോകുന്നത് വെച്ചാൽ, പോലീസ് ഫോളോ ചെയ്താൽ വണ്ടി എവിടെയെങ്കിലും ഇടിച്ചു നിർത്തിയിട്ട് രക്ഷപ്പെട്ടു. അതിന്റെ ഇടിച്ചു നിർത്തുന്നതിനാ വെച്ചാൽ എന്തെങ്കിലും പരിക്ക് പറ്റിയ പോലീസ് ചോദ്യം എടുക്കാൻ വേണ്ടിയിട്ടാണ്, അതിനു വേണ്ടിയാണ് അവൻ ചെയ്യുന്നത്. ബുദ്ധി ഉപയോഗിക്കുന്നത്. പക്ഷെ അന്ന് അവനെ അവിടെ പിടിച്ചു. അവൻ നല്ല പരിക്കായിരുന്നു, തലയൊക്കെ നല്ല പരിക്കുണ്ടായി. ഞങ്ങൾ പോയി നോക്കി, ഞാനും വിനോദും വത്സാട്ടനൊക്കെയാണ് പോയത്. അന്ന് പോയപ്പോൾ അവൻ തലയിലൊക്കെ, അന്ന് നമ്മള് VK രാജേഷ് സാറാണ് അന്നത്തെ അവിടുത്തെ ഇൻസ്പെക്ടർ. സാറ് പറഞ്ഞു, ഇതേപോലെ നിന്നെ ഉള്ളത് ചോദ്യം ചെയ്യാനൊന്നും പറ്റുന്നില്ല, അവസ്ഥ ഇങ്ങനെയാണ്. എല്ലാം ഡ്രസ് ചെയ്തിട്ട് സ്റ്റേഷനിൽ കൊണ്ടിരുത്തിയിട്ടുണ്ട്. കണ്ടു, ആളെ കണ്ടു. അപ്പൊ സ്റ്റിച്ചിട്ടുണ്ടെന്ന് പറഞ്ഞു. വേറെ അഡ്മിറ്റ് ആവേണ്ട കേസില്ല. അങ്ങനെ അവന് അത് ഇല്ല, ഞങ്ങൾക്ക് കഷ്ടപ്പെടുക. അവരെ കേസില്ല, അവർ കേസെടുത്തല്ലോ. അവർ കേസെടുത്തിട്ട് അല്ല, കളവിന്റെ കേസെടുത്തവർ. അവരെ കൈ നമ്മളെ എഫ്ഐആർ ഇട്ടില്ലല്ലോ. അവർ എഫ്ഐആർ ഇട്ടിട്ട് നമുക്ക് ട്രാൻസ്ഫർ ചെയ്ത് വന്നിട്ട് പിന്നീട് അവര് പിന്നെ കസ്റ്റഡി മേടിക്കും. നമ്മൾ പിന്നെ കസ്റ്റഡി മേടിക്കുക. അത് കഴിഞ്ഞ് കുറെ കഴിഞ്ഞപ്പോൾ ഇവൻ പിന്നെ ഒരു പ്രാവശ്യം കൂടി ഞങ്ങൾക്ക് ഇവന്റെ കസ്റ്റഡി കിട്ടിയിട്ടുണ്ട്. ആക്ച്വലി കസ്റ്റഡി കിട്ടിയിട്ടുണ്ട്. ഇവന്റെ മധുരയുള്ള ഒരു പിന്നെ ഇവൻ കൊണ്ട് വിൽക്കുന്നത് ഒന്നെങ്കിലും മംഗലാപുരം കൊണ്ടുപോയിട്ട് അങ്ങോട്ട് പൊളിച്ചു വിൽക്കല, മിക്കവാറും വണ്ടി പൊളിച്ചു വിൽക്കുക. മറ്റേ പൊളിച്ചു വെക്കുന്ന മധുരയിലുള്ള കച്ചവടം ചെയ്യുന്ന ഒരാളുണ്ട്, വണ്ടി കച്ചവടം ചെയ്യുന്ന ആൾ, ഒരു മിന്നൽ രാജ. അവനെ നമ്മൾ അറസ്റ്റ് ചെയ്തത്. അവനെ നമ്മൾ അറസ്റ്റ് ചെയ്തെന്ന് വെച്ചാല് പിന്നെ അതൊരു സീക്രട്ട് വിവരം കിട്ടിയ ഞങ്ങൾക്ക്. ഇങ്ങനെ ഒരാളുണ്ട്, ഈ സാല് കൊണ്ടേ കൊടുക്കുന്ന അവനാണ് കണ്ടത്. ഇടനിലക്കാരൻ, കൊണ്ടേ കൊടുക്കുന്ന ഇടനിലക്കാരനാണ് ഇവൻ, മിന്നൽ രാജ. ഒരു പോലീസിന് കിട്ടിയിട്ടേ ഇല്ല. അവന് പല പോലീസും അന്വേഷിച്ച് കിട്ടിയിട്ടുണ്ടായിരുന്നില്ല. ഞങ്ങൾ അവനെ തമിഴ്നാട്ടിൽ പോയി ഒരു സ്ഥലത്ത് വെച്ചിട്ട്, ഏകദേശം മധുരക്ക് കുറച്ച് ഇപ്പുറത്തുള്ള ഒരു സ്ഥലമാണ്. അവിടെ വെച്ച് ഞങ്ങൾ ലൊക്കേറ്റ് ചെയ്യുന്നത് മുഴുവൻ നിങ്ങളോട് അതെ അല്ലല്ല, ഞങ്ങൾ ലൊക്കേറ്റ് ചെയ്ത് അന്ന് പോകുമ്പോൾ എന്ന് വെച്ചാൽ ഞങ്ങൾ 2 വണ്ടിയിലാണ് പോകുന്നത്.
ഞങ്ങൾ 2 വണ്ടി ഉണ്ട്. അതായത് ഒരു വണ്ടി ഈ ഒരു പച്ച കോളീസ് ഞങ്ങൾ സംഘടിപ്പിച്ചു. അത് വിൽക്കാനായിട്ട് പോകുമായിരിക്കും അല്ലേ? അത് വിൽക്കാനായിട്ട് പോകുന്ന പോലെ വിളിച്ചിട്ട് വിൽക്കാനായിട്ട് പോകുന്ന പോലെ ഞങ്ങളങ്ങനെ പോയി അവിടെ എത്തി ഞങ്ങൾ. അവരെ പറഞ്ഞു ഞങ്ങളിതാ ഞാനിതാ വഴിക്കുണ്ട്, നിങ്ങൾ ഇങ്ങോട്ട് വന്നോളൂ എന്ന് പറഞ്ഞു. അപ്പോൾ വഴിക്കുണ്ടെന്ന് ഞങ്ങളങ്ങനെ പോയി. രാത്രിയായി വണ്ടി ഒരു 7 മണിയൊക്കെ കഴിഞ്ഞു. അങ്ങനെ ഒരു യാർഡുണ്ട് അവിടെ, വാഹനം വെക്കുന്ന യാർഡുണ്ട്. യാർഡിലേക്ക് വെച്ച് കൊടുക്കുന്നു. അന്ന് ഞങ്ങളെ കൂടെ ഉള്ളത് ആക്ച്വലി നമ്മളെ ടീം എല്ലാവരും ഇല്ല. ഞങ്ങൾ ബിജു ഇവരും കൂടിയിട്ട് നമ്മളെ പൊന്നും മേഖല പെരിയ ബാങ്കിൻ്റെ ഇതുമായിട്ട് ബോംബെ പോയി. ഞങ്ങൾക്ക് ബിജു അജിനും ഇല്ല. പിന്നെ എനിക്ക് നമ്മൾക്ക് പോകാൻ ആളില്ല. അപ്പം ഞാൻ ഉണ്ട്. നമ്മളെന്താ കണ്ണൂരിൽ നിന്ന് മഹിജൻ, നമ്മളൊരു സ്റ്റേറ്റ് പാർട്ടി മഹിജനും ഒരു ചന്തുകുട്ടി ഉണ്ടായിരുന്നു. പുള്ളി അവർ രണ്ടാളും ഞങ്ങളെ കൂടെ വരുന്നു. പിന്നെ വേണു. അന്നാണ് ഞങ്ങൾ ഈ ഇതില്ലേ നമ്മളെ കണ്ണൂർ സ്ക്വാഡിന് ഉപയോഗിക്കുന്ന ഒരു വണ്ടി ഉണ്ടല്ലേ, ആ വണ്ടി ആദ്യമായിട്ട് ഉപയോഗിച്ചത് ഞങ്ങളാ. ആ സ്ക്വാഡിന്റെ വണ്ടി ഞങ്ങൾ അതും എടുത്തിട്ടാണ് ഇവിടത്തേക്ക് പോകുന്നത്. അങ്ങനെ ഞങ്ങൾ പോയി അവിടെ പോയി ഒരു യാർഡിൽ കയറ്റി. യാർഡിൽ കയറ്റി വെക്കാൻ പറഞ്ഞു. ആളെന്ന് അറിയില്ല. യാർഡിൽ കയറ്റി വെക്കാൻ പറഞ്ഞു. ഞങ്ങൾ യാർഡിൽ കയറ്റി വെച്ചിട്ട് ഈ 2 ആളെ മാത്രം വണ്ടിയിലിരുത്തി. ഒരു ചെറിയൊരു സിഗരറ്റ്. അപ്പം വണ്ടിയിലിരുത്തപ്പോൾ ഞങ്ങൾ പുറത്തേക്ക് മാറി നിന്നു. ഇപ്പം കുറേ ആളെ കണ്ടായിരുന്നത് ഞങ്ങൾ പുറത്തേക്ക് മാറി. ഒരു വണ്ടിയിൽ ഒരു നമ്മളെ ഇതില്ലേ പിക്കപ്പ് വാൻ പോലത്തെ ഇവിടെ ഉണ്ട്. ഞങ്ങൾ കയറിയപ്പോൾ ചാണകമൊക്കെ കൊണ്ടുപോയിട്ട് കഴുകിയ വണ്ടിയാണ്. അത് മണക്കുന്നുണ്ട്. ഞങ്ങൾ അതിന് മേലെ കയറി ഇങ്ങനെ ഒളിഞ്ഞു നോക്കുമ്പോൾ അവർ തന്നെ ഇങ്ങനെ ഫോൺ ചെയ്തുകൊണ്ട് വരുന്നുണ്ട്. നമ്മൾ ലൈവിലാണ് ഫോൺ വെക്കുന്നത്. ഒരാൾ സംസാരിച്ചുകൊണ്ടിരിക്കുമ്പോൾ ഞങ്ങൾക്ക് ലൈവിൽ കിട്ടും. മറ്റവൻ്റെ നമ്മളെ ഫോൺ ലൈവിൽ വെക്കും. അവരെ കേസ് ഇത് അങ്ങനെ ഇങ്ങനെ കണ്ടപ്പോൾ ഞങ്ങൾ 2 പേരും വണ്ടിയിൽ നിന്ന് ചാടിയിട്ട് ഗേറ്റിൻ്റെ പുറത്തു കൂടെ പോയിട്ട്, കമ്പി വലിയുടെ പുറത്തു കൂടെ പോയിട്ട് ഇവനെ എടുത്ത് വണ്ടിയിലിട്ടു. ഞങ്ങൾ ഈ വണ്ടിയിൽ എടുത്ത് മറിച്ച് പിന്നെ വണ്ടി വിട്ടു. പിന്നെ ബാക്കിലത്തെ വണ്ടിക്കാരോട് ഞങ്ങളെ കൂടെ വന്നോന്നും അറിയാതെ ഞങ്ങൾക്ക് നോക്കുന്നില്ല. അങ്ങനെ വണ്ടി കുറെ കൂട്ടെത്തിയപ്പോൾ നിർത്തി കാര്യങ്ങൾ ചോദിച്ചപ്പോൾ അവനാണ് മിന്നൽ രാജ. അവൻ ആർക്കും കിട്ടിയില്ല. അവനോട് ഇങ്ങനെ കന്നെ കിട്ടിയത് ആരും കിട്ടില്ല അവന്. അത് കഴിഞ്ഞിട്ട് അവൻ നോക്കുമ്പോഴേക്കും വേറെ ആൾക്കാണ് ഇവൻ കൊടുക്കുന്നത്. ഇവനൊരു ഏജന്റ് മാത്രമേ ഉള്ളൂ. ഒരു രാജേന്ദ്രൻ എന്ന് പറഞ്ഞൊരു തമിഴ്നാട്ടുകാരനാണ്. അതെന്താ പറയുക, ഇത് കേസിന്റെ ഭാഗത്ത് ഇതെങ്ങനെ മനസ്സിൽ തന്നെ കിടക്കും. അത് ഈ രാജേന്ദ്രൻ രാത്രി തന്നെ ഇവനെ കൊണ്ട് വിളിപ്പിച്ചു. ആ വണ്ടി ഇട്ട് വന്നിട്ടുണ്ട് വിളിപ്പിച്ചപ്പോൾ അവൻ പറയുന്നത് ഇന്ന് വേണ്ട, നാളെ രാവിലെ വന്നാൽ മതി. അപ്പം ഞങ്ങൾ ഇവനെ കസ്റ്റഡിയിലേ ഉള്ളൂ. മട്ട് രാവിലെ വന്നാൽ മതി, ഇന്ന് രാത്രി വരണ്ടെന്ന് പറഞ്ഞു. അങ്ങനെ രാവിലെ ഞങ്ങൾ വിളിച്ചപ്പോൾ അവൻ്റെ ഭാര്യ ഫോൺ എടുത്ത് പറഞ്ഞു പോലീസ് വന്ന് കൂട്ടിക്കൊണ്ടേയിട്ടുണ്ട്. അവിടുത്തെ പോലീസ്. ഞങ്ങളതിൻ്റെ അവിടെ പോയി. ഞങ്ങൾ ആ പോലീസ് അത് ഇവൻ ഈ സാധനം കൊണ്ടുവന്ന് പൊളിക്കുന്ന ഒരു യാർഡുണ്ട്. ഇതിന്റെ ഈ ഒച്ച രാത്രി കാലങ്ങളിലാണല്ലോ പൊടിക്കുന്നത്. ഈ ഒച്ച നാട്ടുകാർക്ക് ചെല്ലേറ്റ് നാട്ടുകാർ വരാതെ പിടിച്ചോണ്ടേതാണ്. ആക്ച്വലി കട്ടവെന്നൊന്നും ഇവർക്കറിയില്ല. ഈ ഒച്ച സൗണ്ട് ഈ രാത്രി ന്യൂസെൻസിനാണ് ഇവനെ കൊണ്ടുപോയത്. പക്ഷെ അവിടെ ഇരുത്തി ഞങ്ങൾ രാവിലെ പോലീസ് സ്റ്റേഷനിൽ പോയി. നമുക്ക് ഇവനെ അറിയില്ല, ഇവനെ കാണിക്കാൻ പറ്റൂല. ഞങ്ങൾക്ക് ഇവനെ അടുത്ത അറസ്റ്റ് ഉണ്ട്. അപ്പം ഞങ്ങൾ പിന്നെ എന്നിട്ട് പിന്നെ അവിടെ ഇവനെ അറസ്റ്റ് കാണിച്ചിട്ടാണ് കൊണ്ടുവന്നിട്ട് കോടതിയിൽ ഹാജരാക്കി. അല്ല മറ്റേ നമുക്ക് കിട്ടിയില്ല. മറ്റേ കിട്ടിയില്ല എന്ന് പറഞ്ഞാൽ ഞങ്ങൾ അവിടെ കയറി സ്റ്റേഷനിൽ കയറിയപ്പോൾ 1-2 പേര് അവിടെ ഇരിക്കുന്നുണ്ട്. ഞങ്ങൾ പറഞ്ഞു ഞങ്ങളിങ്ങനെ കേരളത്തിൽ വന്ന പോലീസുകാരാണ്. അവർ പറഞ്ഞു പാസ്പോർട്ട് സീൽ ചെയ്യാൻ. ഞങ്ങൾ പോയ സ്ഥലത്തിലെ പാസ്പോർട്ട് സീൽ വെക്കുന്ന ഒരു പരിപാടിയുണ്ട്. അങ്ങനെ ഞങ്ങൾ അതിനുവേണ്ടി വന്നതെന്ന് പറഞ്ഞ് കയറി സീക്രട്ടായിട്ട് ഇവൻ്റെ ഫോട്ടോ എടുത്ത് വെച്ചു. ഈ കക്ഷിയുടെ 2-3 ഇരിക്കുന്നുണ്ട് ഒരുമിച്ച്. അപ്പോൾ എടുത്തിട്ട് ഇവനെ കാണിച്ചപ്പോൾ പറഞ്ഞു ഇതാണ് ആളും തന്നെയാണ്. പിന്നെ നമുക്ക് കിട്ടില്ല എന്ന് ഉറപ്പിച്ച്. ഇല്ല, അവരെ കേസിലല്ലേ ഉള്ളത്. നമ്മൾ ഈ കേസിലേക്ക് കളവ് കേസിലേക്ക് വണ്ടി വന്ന പറഞ്ഞാൽ അവർ തരൂലെന്ന് നമുക്കറിയാം. അത് അവർക്ക് കിട്ടുന്ന ഒരു ക്രെഡിറ്റ് അല്ലേ. ഒരു കളവ് കേസിൽ അവർക്ക് ക്രെഡിറ്റ് അവരെന്തായാലും നമുക്ക് തരില്ല. ഞങ്ങൾ അപ്പോൾ തന്നെ SP ബന്ധപ്പെട്ടു. അപ്പോൾ CA പറഞ്ഞു CA പറഞ്ഞു SP വിളിച്ച് പറഞ്ഞു അത് കുഴപ്പമില്ല, നമുക്ക് പിന്നെ കസ്റ്റഡി മേടിക്കാം, നിങ്ങൾ മടങ്ങിക്കൊള്ളും എന്ന് പറഞ്ഞു. അത് നമുക്ക് തരുന്നില്ലെങ്കിൽ സാറില്ല. ഞാൻ അതിൻ്റെ അകത്ത് ആ ഒരു കേസിൽ അത് കണ്ണൂരിലെ വണ്ടിയായിരുന്നു. ആ 2 വണ്ടി അതിൻ്റെ അകത്ത് അവർ. പക്ഷെ അതെല്ലാം പൊളിച്ചു വരും. എല്ലാം പൊളിച്ച് ഇഞ്ചിൻ മാത്രമൊക്കെ കിട്ടിയത്. ഇഞ്ചിൻ മാത്രമേ ആ പൊളിച്ച അയാളന്ന് കൊണ്ടുവന്നല്ല അവിടെ കൊണ്ടുവന്നു. ഈ വാഹനമോഷണം പൊതുവെ എത്ര മണിക്കാണ് സാധാരണ നടക്കല്? ഇല്ല, ഇവന്റെ എങ്ങനെയാണെന്ന് വെച്ചാൽ സാലുവിന്റെ കേസിൽ എങ്ങനെയാന്ന് വെച്ചാൽ ഒരു 12 മണിക്ക് ശേഷം ഒരു 2-3 മണിയാകുമ്പോഴത്തേക്ക്
അന്ന് ശരി എല്ലാവരും പറയും നല്ല ഉറക്കത്തിൻ്റെ ഒരു മിക്കവാറും ആളൊരു 12 മണിക്കൊക്കെ കിടക്കുന്ന ആണെങ്കിൽ 1 മണിയാകുമ്പോൾ നല്ല ഉറക്കം. 1-നും 3-നും ഇടയ്ക്കാണ് ആ ഓപ്പറേഷൻ. ഒരു 12 മണിക്ക് ശേഷം പുറപ്പെടുള്ളൂ. എവിടെയെങ്കിലും സിനിമക്കോ പോലും കയറിയിരിക്കും. അതിന് ശേഷം പിന്നെ കുറച്ച് കഴിയുമ്പോൾ ഒരു തട്ടുകടയൊക്കെ ഒരു ചായ കുടിച്ച് സമയം കഴിഞ്ഞ് 1 മണിയാവും. ഇപ്പം വാഹനമോഷണം ഇപ്പം വളരെ കുറവാണ്. വാഹനമോഷണം ഇപ്പം വളരെ കുറവാണ്. ഈ രണ്ട് കഥകളാണ് മനസ്സിൽ ഇപ്പോൾ ഓർമ്മ വന്നത്. ഇപ്പം വളരെ കുറവ്. ഇപ്പം ഇല്ല. അതൊരു അപ്പോൾ പ്രേക്ഷകരെ, ഈ ചാർജ് ഷീറ്റിൽ ഇന്നത്തെ കാലത്ത് ഈ വാഹനമോഷണം എന്നൊരു സാധനമില്ല. കാരണം ഇന്ന് വളരെ അഡ്വാൻസ്ഡ് ആണ്. നമ്മുടെ വാഹനം എവിടെയുണ്ടെന്ന് നമ്മുടെ മൊബൈൽ നമുക്ക് ഡിറ്റക്ട് ചെയ്യുന്ന പുതിയ അത്രയധികം അഡ്വാൻസ്ഡ് ആണ് നമ്മൾ. അതുകൊണ്ട് ഒരു വാഹനം ഒരാൾക്ക് വേറെ ആൾക്ക് എടുത്തിട്ട് പോക്കൊന്നും ഇന്നത്തെ കാലത്ത് അത്ര എളുപ്പമല്ല. കാരണം വണ്ടിയുടെ ലൊക്കേഷൻ നമ്മുടെ മൊബൈലിൽ ഉണ്ടാവും. അപ്പോൾ അത് ആ കാലഘട്ടത്തിൽ ഈ വാഹനമോഷ്ടാക്കളെയൊക്കെ പിടിക്കാൻ ഇവരൊക്കെ എടുത്തൊരു പണി ഒന്ന് ആലോചിച്ച് നോക്ക്. ബത്തേരിയിലൊക്കെ പോയിട്ട് കൊരിച്ചൊരിയുന്ന തണുപ്പിൽ എന്ന് പറഞ്ഞാൽ ഭയങ്കര, ഇന്നത്തെ കാലഘട്ടമല്ല, ഒരു 10-20 വർഷം മുമ്പ് ആ തണുപ്പിൽ 2 ദിവസമൊക്കെ അവിടെ പോവുക, പെരുമ്പാ പാലത്തിൻ്റെ അടിയിൽ പോയിട്ട് 2 ദിവസം നിൽക്കുക. ഇങ്ങനെയൊക്കെ നിന്നിട്ടാണ് കേട്ടോ അന്നത്തെ ഈ കള്ളന്മാരെയും ഈ അക്രമികളെയും മോഷ്ടാക്കളെയൊക്കെ പിടിച്ചിരുന്നത്. ചെറിയ പണിയല്ല നമ്മുടെ പോലീസ് എടുത്തിരുന്നത്. ഇതിൻ്റെ ഈ നാൾ വഴികളൊന്നും നമ്മളറിയില്ല. നമ്മളെന്താ അറിയുക, പ്രതിയെ പിടിച്ചു. മോഷണം പോയാൽ ഇതിൻ്റെ പിന്നിൽ നടക്കുന്ന വലിയൊരു പ്രോസസ്സ് ഉണ്ട്. ഊണും ഉറക്കവും ഭക്ഷണവും കുളിയും എല്ലാം ഉപേക്ഷിച്ച് ദിവസങ്ങളോളം ജീവൻ പണയം വെച്ച് നടത്തുന്ന നമ്മുടെ പോലീസ്, അതാണ് നമ്മുടെ അഭിമാനം. അതുകൊണ്ടാണ് കേരള പോലീസ് എന്ന് നമ്പർ 1 ആയി നിൽക്കുന്നത്. കണ്ടില്ലേ, മിന്നൽ രാജയുടെ മധുരയിലെല്ലാം പോയിട്ട് അയാളെല്ലാം പൊക്കിയിട്ട് വരിക എളുപ്പമായിരുന്നില്ല ഈ പണികൾ അന്നത്തെ കാലത്ത്. പ്രേക്ഷകർക്ക് ഇതൊരു അനുഭവമാണ്. ഈ എപ്പിസോഡിൽ നമ്മളൊപ്പം ചേർന്ന ഹേമരാജ് മേച്ചേരിക്കും പ്രേക്ഷകർക്കും നന്ദി, നമസ്കാരം.